നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇന്ന് ഇവിടെ നടക്കണം. നിങ്ങളുടെ തലമുറയെ ശത്രു ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ശുശ്രൂഷയെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ താലന്തിനെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ ജോലി മേഖലയെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വന്നേ മതിയാകൂ. ഹല്ലേലൂയ. ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മളൊന്ന് വരികയാണെങ്കിൽ, പത്രോസും യോഹന്നാനും 9 മണി നേരം, അങ്ങനെയല്ലേ വായിക്കുന്നത്? പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത്, മതി, സ്തോത്രം, പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് വരികയാണ്. യഹൂദന്റെ ഒരു പ്രാർത്ഥന ക്രമമുണ്ട്. പ്രധാനമായും 3 സമയത്താണ് യഹൂദൻ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കും. ചിലരൊക്കെ 5 നേരം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുന്നവരുണ്ട്. സ്തോത്രം. പെന്തക്കോസ്തുകാർ എപ്പോഴും എന്ത് ചെയ്യണം? എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? ഇടവിടാതെ. ഈ ആരാധനയിൽ ഇരിക്കുമ്പോഴും അകത്തളത്തിൽ എന്ത് വേണം? കേൾക്കുക മാത്രമല്ല, കൈയടിക്കുക മാത്രമല്ല, പ്രതികരിക്കുക മാത്രമല്ല, എന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിപ്പീനെന്നാണ്. ദേവാലയത്തിനകത്തൊരു വിളക്കുണ്ട്. സ്തോത്രം. ആ വിളക്ക് എപ്പോഴും എന്ത് ചെയ്യും? കത്തിക്കൊണ്ടിരിക്കും. മാത്രമല്ല, അതൊരു ധൂപപീഠമുണ്ട്. ആ ധൂപപീഠത്തിൽ തീ ഒരിക്കലും എന്ത് ചെയ്യരുത്? അണയരുത്. പ്രാർത്ഥന ഒരു ധൂപപീഠമാകയാൽ, സ്തോത്രം, ഒരിക്കലും പ്രാർത്ഥനയുടെ ആ സ്വരം നിൽക്കരുത്. ഹല്ലേലൂയ. ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രം അനങ്ങാതെ കിടന്നാൽ മതി. ബാക്കി ഏത് സമയത്ത് ജാഗരിച്ചോണം. ഹല്ലേലൂയ. പായിടുമ്പോൾ മാത്രമല്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല, ഹല്ലേലൂയ, കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ മാത്രമല്ല, പാസ്റ്റർമാരെ കാണുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും എന്ത് ചെയ്യാം? ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോഴാണ്. ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഒറ്റയ്ക്ക് പോകുമ്പോഴാണ്. ആരും കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി അന്വേഷണം പറയത്തില്ല. സ്തോത്രം. കാണാൻ അടുത്തിരിക്കുകയില്ലയോ? വർത്താനമൊക്കെ പറയണ്ടായി. പറഞ്ഞില്ലേ പറയും. എന്താ? സ്തോത്രം. പറഞ്ഞില്ലെന്ന് പറയും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാണ് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒറ്റയ്ക്ക് എൻ്റെ കണ്ണൊക്കെ നിറയും. ഇങ്ങനെ അറിയാതെ കരയും ഞാനിരുന്ന്. ദൈവത്തിൻ്റെ വഴികളെ ഞാൻ ഓർക്കും. തന്ന ശുശ്രൂഷയെ ഞാൻ ഓർക്കും. തന്ന ആട്ടിൻകൂട്ടത്തെ ഞാൻ ഓർക്കും. ദൈവത്തിന്റെ അത്ഭുതത്തെ ഞാൻ ഓർക്കും. അറിയാതെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ പാട്ടുകൾ, നല്ല പാട്ടൊക്കെ പാടി ദൈവത്തെ മഹത്വപ്പെടുന്നത് എന്താ? ഹല്ലേലൂയ. ഈ ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴാ ചിലപ്പോൾ അറിയാതെ സ്റ്റിയറിംഗിൽ കൈ എടുത്തിട്ട് കൈ എന്ത് ചെയ്യും? അടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവം തന്നതായ ഓരോ അനുഭവങ്ങളാ. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഭക്തന്മാർ 2 പേര്, പത്രോസും യോഹന്നാനും, എന്താ ചെയ്തത്? പ്രാർത്ഥനാ സമയം 9 മണി നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ 3 മണി. യഹൂദന്റെ ആ സമയം 6 മുതൽ 6 മണി വരെയാ. സ്തോത്രം. 6 to 6 ആണ് അവൻ്റെ പകൽ എന്ന് പറയുന്നത്, അവൻ്റെ ദിവസം എന്ന് പറയുന്നത്. ബാക്കി അവൻ്റെ യാമങ്ങൾ, രാത്രി അവൻ്റെ യാമങ്ങളാ. 4 യാമമുള്ളതുപോലെ തന്നെ പകൽ അവന് 4 സമയങ്ങളുമുണ്ട്. സ്തോത്രം. അപ്പോൾ അവസാന സമയം 9 മണി നേരം, നമ്മുടെ 3 മണി. ഈ 3 മണിയൊക്കെ ആകുമ്പോൾ സാധാരണ സമയം നമ്മൾ എന്താ ചെയ്യുന്നത്? അഗൗരവ കഴിച്ച സമയമുണ്ട് എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? എൻ്റെ ശൈലി ഇങ്ങനെ കേട്ടോ, ഒന്നും തോന്നല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെന്ത് ചെയ്യും? ഒന്ന് മയങ്ങി, ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് മയങ്ങിയിട്ട് 3 മണിക്ക് നമ്മൾ എഴുന്നേക്കത്തില്ലല്ലോ. സ്തോത്രം. പിന്നെ നമ്മൾ എഴുന്നേക്ക് എത്ര മണിക്കാ? ഒരു 4 മണിയാകുമ്പോൾ പിന്നെ ടീയും സ്നാക്സും ഒക്കെ കഴിക്കാൻ എന്ത് ചെയ്യുന്നത്? നമ്മൾ എഴുന്നേക്കും അല്ലേ? അങ്ങനെയല്ലയോ? നമ്മുടെ സിസ്റ്റം അങ്ങനല്ലേ? സ്തോത്രം. അങ്ങനെ സിസ്റ്റം അങ്ങനെ. പക്ഷേ ഈ ഭക്തന്മാര് വെയിലാറുന്നതിന് മുമ്പ് അവർക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഹല്ലേലൂയ. അവരെങ്ങോട്ട് പോകുക? നേരെ അവർ ദേവാലയത്തിലേക്ക് പോകുക. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സംഭവിച്ച ഒരു സംഭവം. സ്തോത്രം. അതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കണം, ഇവർ ദേവാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ
നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. സെഹിയോൻ മാളിക മുറിയിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവരോട് പറഞ്ഞതായ വാഗ്ദത്തം നിവർത്തി എന്ന വണ്ണം അവരെന്ത് ചെയ്തു? സ്തോത്രം. പ്രാപിക്കേണ്ടതിനെ പ്രാപിച്ചു. പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞു. പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരം നടന്നു കഴിഞ്ഞു. അകത്ത് ഒരു ഭയങ്കര ശക്തി കിടക്കുമ്പോൾ അവർക്ക് സ്തോത്രം അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അകത്തൊരു ശക്തി കിടക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ അകത്ത് കിടക്കുന്ന ശക്തി ഏത് ശക്തിയാ? ബോൺവിറ്റയുടെയാണോ? കഴിച്ച മരുന്നാണോ? മരുന്ന് കഴിക്കുന്നവരൊക്കെ കൈ പൊക്കിക്ക്. സ്തോത്രം. എൻ്റെ ചർച്ചയിൽ പറഞ്ഞാൽ 450-500 പേര് എൻ്റെ ചർച്ചയിലുണ്ട്. മരുന്ന് കഴിക്കാത്തവരൊന്ന് കൈ പൊക്കാൻ പറഞ്ഞാൽ 500 പേരും എന്ത് ചെയ്യും? അല്ല, കഴിക്കുന്നവർ പൊക്കാൻ പറഞ്ഞാൽ 500 പേരും എന്ത് ചെയ്യും? ഇവിടെ കഴിക്കുന്നവർ പൊക്കാൻ പറഞ്ഞപ്പോൾ 2-3 പേർ. ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ. ചർച്ചിന്റെ പേര് ഡെലിവറൻസ് എന്ന്, അത് തന്നെ നടക്കട്ടെ ഇതിനകത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരുന്നില്ലാത്തൊരു ജീവിതം. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ മരുന്നില്ലാത്ത ഒരു ജീവിതം. അപ്പോൾ ഈ ദൈവദാസന്മാർ പ്രാപിച്ചിരിക്കുന്നത് എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടാത്തൊരു സാധനം എവിടെ കിടപ്പുണ്ട്? ഹല്ലേലൂയ. നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ഇരട്ടി പങ്ക് വേണോ 5 കോടി രൂപ വേണോ? ചുമ്മാതിരിക്കെ. സ്തോത്രം. സത്യം പറ. ഒരു 3.5 കോടി രൂപ കടമുണ്ട്, 5 കോടി രൂപ കൈക്കൊണ്ട് തന്നിരിക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ നേരിട്ട് ചോദിക്കുക, നിനക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അല്ല എൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്കു വേണോ 5 കോടി രൂപ വേണോ? എന്താ പറയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം. സ്തോത്രം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചോ, അതോടുകൂടെ ബാക്കിയൊക്കെ പുറകെ വന്നുകൊള്ളു. നീ പ്രാപിക്കേണ്ടത് പ്രാപിച്ചോ, അതിന് പുറകെ എല്ലാം വന്നുകൊള്ളും. ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ 19.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങുന്നത്. സ്തോത്രം. അതിനു മുമ്പ് ഇച്ചിരിയൊക്കെ വഴിതെറ്റി എന്ത് ചെയ്തു? ഞാൻ പോയി. ഞാൻ ആർമിയിൽ എൻറോളായ ഒരു വ്യക്തിയെ പത്തനംതിട്ട ജില്ലയിൽ 86-ൽ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ വെച്ച് 500 പേരെ റിക്രൂട്ട് ചെയ്ത കൂട്ടത്തിൽ അതിനകത്ത് 7 പേരെ സ്തോത്രം വന്നതായ ഒരു വ്യക്തിയാണ്. ആരെ? ഞാൻ. സ്തോത്രം. പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. അന്ന് ഒരു 5000 രൂപ ഒരു ഏജന്റിന് കൊടുത്താൽ മതി. എന്ത് ചെയ്യാം? സ്തോത്രം. നേരെ എങ്ങോട്ട് കയറാം? ബാംഗ്ലൂർ. എനിക്ക് ട്രെയിനിങ്ങിന് വാറണ്ട് വരെ എഴുതി എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ സാധനം ഇരിപ്പുണ്ട്. സ്തോത്രം. ട്രെയിൻ വാറണ്ട് എഴുതിയിട്ട് ബാംഗ്ലൂരാണ് ട്രെയിനിങ്. സ്തോത്രം. ഈ സംഗതി ഇപ്പോഴും ഇരിപ്പുണ്ട്, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ കളഞ്ഞിട്ടില്ല അത്. കാരണം സ്തോത്രം, എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ലായിരുന്നു. എന്നെക്കുറിച്ച് ദൈവം മറ്റൊന്ന് കണ്ടതുകൊണ്ട് സ്തോത്രം എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ പലപ്പോഴും പറയും, ഒരുപക്ഷെ തോക്ക് പിടിക്കേണ്ട കയ്യിൽ ദൈവം വചനം തന്നു, വേദപുസ്തകം പിടിക്കാൻ ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഇപ്പോൾ 36 വർഷമൊക്കെ കഴിഞ്ഞാൽ നല്ല ഒരു നിലയിലൊക്കെ എന്ത് ചെയ്യാമായിരുന്നു? എനിക്ക് വേണമെങ്കിൽ ഇറങ്ങി വരാമായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചതല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോകുമ്പോൾ എൻ്റെ മാതാവ് എനിക്കൊരു ബൈബിൾ തന്നു. ഇന്നും എൻ്റെ കയ്യിൽ അതുണ്ട്. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ വീട്ടിൽ പോയപ്പോൾ അത് എടുത്ത് ഞാനിങ്ങനെ നോക്കി എൻ്റെ കണ്ണ് നിറഞ്ഞു. ഹല്ലേലൂയ. മറ്റൊന്നും എനിക്ക് തന്നില്ല. ഒരു ബൈബിൾ, അമ്മ ഉപയോഗിച്ചൊരു ബൈബിൾ. സ്തോത്രം. പിന്നെ വണ്ടിക്കൂലിക്ക് ഒരു 500 രൂപയും തന്നു. ഇവിടെ നേരെ ഡൽഹിക്ക് വണ്ടി കയറുകയായിരുന്നു. പിന്നെയുള്ള ജീവിതമൊക്കെ കുറേ കാലം അവിടെ ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അത് മാത്രമേ എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം ദോഷം ചെയ്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വാക്യം മറക്കല്ലേ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന് 33-ാം വാക്യം എന്ത് പറയുന്നു? മുന്നമേ അവന്റെ രാജ്യവും. ഒന്നുകൂടെ പറഞ്ഞ് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അതോടുകൂടെ ഇതൊക്കെ ലഭിക്കും. വിശ്വാസമുണ്ടെങ്കിൽ സ്തോത്രം പറ. ഇന്ന് പലക്കാലം ആരെങ്കിലും ജീവിതത്തിൽ
വിഷമിച്ചു ഭാരപ്പെട്ട് എന്റെ കാര്യം നടക്കുന്നില്ലല്ലോ, സംഭവിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ കിട്ടിയില്ലല്ലോ, ഞാൻ എന്റെ ഗതി ഇതായി പോയല്ലോ എന്ന് വിചാരിച്ച് കണ്ണ് നിറഞ്ഞ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയട്ടെ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു നിന്റെ പുറകെ ചിലത് വന്നുകൊള്ളും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അഭിഷിക്തന്മാര് പ്രാപിക്കേണ്ടത് പ്രാപിച്ചു. സെഹിയോൻ മാളിക മുറിയിൽ വെച്ച് പ്രാപിക്കേണ്ടത് പ്രാപിച്ചു. കാത്തിരുന്ന് അവരെന്തു പ്രാപിച്ചു? ഹല്ലേലൂയ. പ്രാപിച്ച് കഴിഞ്ഞപ്പോഴാണ് പത്രോസ് നട്ടല്ലോടെ നിൽക്കാനെ കൊണ്ട് ത്രാണിയുള്ളവനായി മാറിയത്. അതുവരെ വഴുകപ്പരുവത്തിൽ വാടി വാടി പോകുന്നവൻ, വഴുതിപ്പോകുന്നവൻ, സ്തോത്രം, തെന്നി പോകുന്നവൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞവൻ മാത്രമല്ല, സ്തോത്രം, ഇതാ യേശു അകന്നുപോയപ്പോൾ കൂടെയുള്ളവരെ പടകും വലയും എടുത്ത് മീൻ പിടിക്കാൻ വീണ്ടും പ്രേരിപ്പിച്ചവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയവനാ ഇവനെ. അല്ലേ? ഇവനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അവനെ വിശ്വസിക്കാൻ പറ്റിയ ആ അനുഭവം ഏതെന്ന് ചോദിച്ചാൽ, അവൻ കാത്തിരുന്ന് ആരെ പ്രാപിച്ചു? ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഇന്ന് പലക്കാൽ നീ വ്യത്യസ്തയാകാൻ പോകുക, വ്യത്യസ്തനാകാൻ പോകുക. ഇന്ന് പ്രാപിച്ചതിനേക്കാൾ ഹല്ലേലൂയ നീ ഇരട്ടി അടുത്ത നിമിഷം പ്രാപിക്കുമ്പോൾ നീ വ്യത്യസ്തയാകാൻ പോകുക. ഈ ആത്മശക്തിയോടെ ആര് വരുന്നത്? പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കാൻ വരികയാ. സ്തോത്രം. വന്നപ്പോൾ സംഭവിച്ച സംഭവം നമ്മൾ നോക്കണമേ. യെരൂശലേം ദേവാലയത്തെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, യെരൂശലേം ദേവാലയം എപ്പോഴും ജനനിബിഡമാണ്. കാരണം പല വ്യക്തികളാണ് അവിടെ കടന്നു വരുന്നത്. അവിടെ സ്തോത്രം ഭിക്ഷക്കാരുണ്ട്, പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്, യാഗമർപ്പിക്കാൻ വരുന്നവരുണ്ട്, കച്ചവടത്തിന് വരുന്നവരുണ്ട്, കാണാൻ വരുന്നവരുണ്ട്. മനസ്സിലാക്കി? സ്തോത്രം പറഞ്ഞേ. അവ വ്യത്യസ്തര. പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്, ആരാധിക്കാൻ വരുന്നവരുണ്ട്, കാണാൻ വരുന്നവരുണ്ട്, കച്ചവടത്തിന് വരുന്നവരുണ്ട്, സ്തോത്രം, ഭിക്ഷാടനം നടത്താൻ വരുന്നവരുണ്ട്. ഒരു വലിയ സങ്കര ഗ്രൂപ്പിന്റെ ഒരു കേളി രംഗമായിട്ട് നിൽക്കുന്ന ഇടമാണ് ഏത്? യെരൂശലേം ദേവാലയം. ഹല്ലേലൂയ. ഒരു ബഹളത്തിന്റെ ഇടമാ, ഒരു ശബ്ദ കോലാഹലത്തിന്റെ ഇടമാ. ഹല്ലേലൂയ. കച്ചവടക്കാര് കാളയെ വിൽക്കുന്നു, ആടിനെ വിൽക്കുന്നു. ഇങ്ങോട്ട് വാ, അത് കൊള്ളത്തില്ല, ഇതാ നല്ലത്, എൻ്റെ ആടാ നല്ലത്, എൻ്റെ കാളയാ നല്ലത്, അവൻ്റെ കൊള്ളത്തിലെന്ന് പറഞ്ഞ് അലറി വിളിച്ച് അവൻ്റെ ബിസിനസ് നടത്താനെ കൊണ്ട് അവൻ ഉച്ചത്തിൽ കൂകുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഭിക്ഷക്കാർ അമ്മേ വല്ലതും തരണേ, അപ്പാ വല്ലതും തരണേ, അവരെന്ത് ചെയ്യുന്നു? അലറി കൂവുന്നു. ഇതിൻ്റെയൊക്കെ നടുവിൽ ഹല്ലേലൂയ ഭക്തന്മാർക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഇന്ന് പൽക്കാലം എത്ര ബഹളമുണ്ടെങ്കിലും, എത്ര പരിസരം അലോരസമായാലും, നിന്റെ കുടുംബാന്തരീക്ഷത്തിൽ എത്ര സമാധാനമില്ലെങ്കിലോ, എത്ര നിന്നെ മുറിവേൽപ്പിക്കുന്ന വ്യക്തികൾ ചുറ്റും നിന്ന് കുന്തമെടുത്ത് കുത്തി നിന്നെ മുറിവേൽപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കേണ്ടവൻ പ്രാർത്ഥിച്ചിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ടവൻ ഏത് സമയത്തും എന്ത് ചെയ്യും? ഒരു തടസ്സവുമില്ല. ഹല്ലേലൂയ. വഴിയിൽ ഇരുന്ന് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞാൽ ഇതുപോലെ നല്ല അന്തരീക്ഷം ഒന്നും വേണ്ട. വേണോ? വേണ്ട. ഹല്ലേലൂയ. എവിടെ വെച്ച് വേണമെങ്കിലും എന്ത് ചെയ്യാം. അപ്പോൾ അന്തരീക്ഷം അനുകൂലമല്ല, പക്ഷെ ഭക്തന്മാർക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്ന് പലക്കാലം മനസ്സിലാക്കണം, ഇതിനകത്ത് ഒരു സംഭവം നടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആത്മനിയോഗത്തോടുകൂടെ ചില ഇടങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപക്ഷെ നിനക്കറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് പൽക്കാലവും ഇവിടെ സംഭവിക്കേണ്ടത് എന്താ എനിക്കറിയത്തില്ല, എന്നാൽ ഒരു വ്യക്തിക്കറിയാം, പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ.
നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് സംഭവിക്കാമോ എന്താണെന്ന്? അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? കൈപൊക്കെ. പക്ഷെ ഓരോ വ്യക്തിക്കറിയാം നിങ്ങളിൽ എന്ത് സംഭവിക്കണമെന്ന്, എന്തുണ്ടാകുമെന്ന്, എന്ത് മാറ്റം വരുത്തണമെന്ന്. ശരീരത്തിനകത്തായാലും മനസ്സിനകത്തായാലും ശുശ്രൂഷയ്ക്കകത്തായാലും സഭയ്ക്കകത്തായാലും കുടുംബത്തിനകത്തായാലും തലമുറയ്ക്കകത്തായാലും ഭർത്താവിലായാലും ഭാര്യയ്ക്കകത്തായാലും എന്ത് മാറ്റം വരുത്തണമെന്ന് ആർക്ക് വ്യക്തമായിട്ട് അറിയാം? വിശ്വസിച്ചോണം കേട്ടോ. നമുക്കറിയത്തില്ല, പക്ഷെ ആർക്കറിയാം? ഹല്ലേലൂയ. ഇവരിങ്ങനെ കയറി വരിക, പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ട്, അകത്തോട്ട് കയറി വരിക. വരുമ്പോൾ ഭിക്ഷക്കാർ നിരവധി പേര് കാണും അവിടെ. പെരുന്നാളൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ? സ്തോത്രം. അവരുടെ സീസണായത് ഈ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആരുടെ സീസണാ? സ്തോത്രം. ഇവരുടെയൊക്കെ സീസണാ. ഇല്ലാത്തവനൊക്കെ എങ്ങനെയെങ്കിലും വെച്ച് കെട്ടിയെങ്കിലും ചെയ്യും. സ്തോത്രം. രണ്ട് കൈയും കൊണ്ട് പ്രവർത്തിച്ചവൻ, രണ്ട് കാലം കൊണ്ടൊക്കെ പ്രവർത്തിച്ചവന് ഈ സീസൺ വരുമ്പോൾ ഒരു കാലെടുത്ത് എവിടെയെങ്കിലും ഒടിച്ചു മടക്കി എവിടെയെങ്കിലും എന്ത് ചെയ്യും? വെക്കും. ഒരു കൈ എവിടെയെങ്കിലും ഉടുപ്പിനകത്ത് എന്ത് ചെയ്യും? തിരികെ കയറ്റും. അവിടെ സീസണാ. ഈ യെരൂശലേം ദേവാലയത്തിന്റെ പരിസരത്ത് മൊത്തം ആരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഭിക്ഷാടനം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കണം. ഇനി നമുക്ക് നോക്കാം. ഒരു മനുഷ്യൻ, അവനെക്കുറിച്ച് പറയുന്നത് സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെ നടയിൽ ഇരിക്കുകയാണ്. അവൻ്റെ പ്ലേസ് അതാ. എവിടാ? സ്തോത്രം. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ നടയിൽ. ദേവാലയത്തിന് അനേക ഗേറ്റുകളുണ്ട്, വിവിധ ഗേറ്റുകളുണ്ട്. അത് ഒരു ഗേറ്റിൻ്റെ പേരാണ് ബ്യൂട്ടിഫുൾ ഗേറ്റ്. സ്തോത്രം. ഞാനെല്ലാം പറയുന്നില്ല. ആ ബ്യൂട്ടിഫുൾ ഗേറ്റിൽ ആരിയ്ക്കുന്നത്? സ്തോത്രം. ഈ മനുഷ്യൻ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം. ദേവാലയം ഭയങ്കരമാണ്. ദേവാലയം ഭംഗിയുള്ളതാ. ദേവാലയത്തിൽ ഒത്തിരി ആൾക്കാരുമുണ്ട്. ദേവാലയത്തിൽ പ്രാർത്ഥന നടക്കുന്നുമുണ്ട്. ദേവാലയത്തിൽ ആരാധന നടക്കുന്നുണ്ട്. അവിടെ കാളെ എന്ത് ചെയ്യുന്നുണ്ട്? അർപ്പിക്കുന്നുണ്ട്. കഥ സ്തോത്രം. അവിടെ ആടിനെ അർപ്പിക്കുന്നുണ്ട്. പുരോഹിതന്മാർക്ക് നിൽക്കാൻ പോലും വിധത സമയമില്ലാതെ ശുശ്രൂഷ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ഇങ്ങനെ ഒരു വിടുതൽ അവിടെ നടന്നിട്ടില്ല. ഹല്ലേലൂയ. എല്ലാം കൊണ്ടും ആലയം ഗംഭീരമാ, പക്ഷെ ആലയത്തിൽ വേണ്ടത് ആലയത്തിൽ ഇല്ല. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ ഇതാ ദൈവദാസന്മാർ അവരിങ്ങനെ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ, ഹല്ലേലൂയ, അവരോട് ഭിക്ഷ ചോദിക്കുന്നു. ഭിക്ഷ ചോദിച്ചപ്പോൾ സംഭവിച്ചത് എന്താ? അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും തരാൻ ഇല്ല. എന്താ പറഞ്ഞത്? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് അല്ല, എനിക്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇല്ലാത്ത ഒന്ന് അകത്ത് കിടപ്പുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട്. ഇല്ലാത്തൊന്ന്. ഞങ്ങൾക്ക് വെള്ളിയും തരാനില്ല, പൊന്നും തരാനില്ല. എന്ന് വെച്ചാൽ വെള്ളി എന്ന് പറയുന്നത് യഹൂദന്റെ നാണയമാണ്. സ്തോത്രം. ഷേക്കൽ. ഹല്ലേലൂയ. പൊന്നെന്ന് പറയുന്നത് റോമൻ നാണയമാണ്. അപ്പോൾ രണ്ടും ആ സമയത്ത് ചലിക്കുന്നുണ്ട്. വെള്ളി കൊടുത്താലും പൊന്ന് കൊടുത്താലും എന്താ? അതിന് വാല്യൂ ഉണ്ട്. പൊന്നിന് കുറെ കൂടെ വാല്യൂ ഉണ്ട്, വെള്ളിക്ക് അത്രയില്ല. അപ്പൊ രണ്ട് നാണയവും ഞങ്ങളുടെ കയ്യിൽ ഇല്ല. റോമൻ നാണയവും ഇല്ല, യഹൂദന്റെ നാണയവും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷെ ഞങ്ങൾക്കില്ലാത്ത ഒന്ന്, ഹല്ലേലൂയ, ഞങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. അല്ലെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ഒന്ന് ഞങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. അകത്ത് കിടക്കുന്ന അത് ഞങ്ങൾ നിനക്കൊന്ന് തരാൻ പോകുക. കാരണം ഇതൊന്ന് പാസ് ചെയ്യാൻ പോകുക. നമുക്കറിയാം, അവൻ സൗഖ്യമായി. ഇനി ചില ചിന്തകളിലേക്ക് നമ്മുടെ സ്തോത്രം ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെയാണ് ഞാൻ ഇന്ന് പകൽക്കാലം അവതരിപ്പിക്കാൻ പോകുന്നത്. ഏതാ? മുടന്തനായ ഈ മനുഷ്യനെ. സ്തോത്രം. ഇവനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില ചിന്തകൾ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ആ ചിന്തകളാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ ഒന്നൊന്നായി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. ഒന്ന്, നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തൻ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ചിന്ത, ഉത്ഭവത്തിൽ തന്നെ അവനെ ഒതുക്കിക്കളഞ്ഞു. അവനെ എന്ത് ചെയ്തു? ഉത്ഭവത്തിലെ ഒതുക്കി. അങ്ങനെയല്ലേ വായിക്കുന്നത്? അമ്മയുടെ ഗർഭം മുതൽ
മുടന്തനായ മനുഷ്യൻ, ഹല്ലേലൂയ, എ ലേമാൻ ഫ്രം ഹിസ് മദേഴ്സ് വോംബ്, അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ ഒതുക്കി കെട്ടി. ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഇതാര് കെട്ടിയതാ? ഒരു പക്ഷേ പിശാചായിരിക്കാം, സ്തോത്രം. അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ അവൻ ഉരുവായപ്പോൾ തന്നെ ഏതെങ്കിലും നിലയിൽ അവന് ഒരു ഡിഫോമിറ്റി ഉണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. അകത്തു വെച്ച് തന്നെ അവൻ ആരായി മാറി? ഉത്ഭവത്തിലെ അവൻ ഡിഫോമിറ്റി ഉള്ളവനായി തീരുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കണമേ, ഇത് അവന്റെ ജന്മനാ ഉള്ള വൈകല്യമാണ്. സ്തോത്രം, ജന്മനാ ഉള്ള വൈകല്യമാണ്. ഞാൻ ആരംഭത്തിലെ പറഞ്ഞല്ലോ, എങ്ങനെ പിശാച് ഒതുക്കിയാലും, എങ്ങനെ മറ്റുള്ളവർ ഒതുക്കിയാലും, ഇനി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഡിഫോമിറ്റിയോടുകൂടെ ജനിച്ചാലും, ദൈവത്തിന്റെ ആത്മാവ് കണ്ടു കഴിഞ്ഞാൽ അവനെ പുറത്തു കൊണ്ടുവരുന്ന ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവെന്ന് വിശ്വസിക്കുന്ന കരമടിച്ച് ഒരൽപ്പനിമിഷം ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. അപ്പൊ അകത്തു വച്ച് തന്നെ ഒതുക്കി കെട്ടി. ഇനി ഇവന് പുറത്തു വരുമ്പോഴും ഒതുക്കപ്പെട്ടവനായിട്ട് പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ട് മുടന്തരായവരെ. ഇവന് പ്രത്യേകിച്ച് സാധാ മുടന്തല്ല, എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത മുടന്ത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ നിരങ്ങുന്ന മുടന്ത് അവൻ്റെ മുടന്ത്. ഇവരെ നിരക്കുകയാണ്. ഹല്ലേലൂയ. എവിടെ വെച്ചാ തുടക്കമിട്ടത്? ഇന്ന് പൽക്കാലം, സ്തോത്രം, ഒരു ദൂത് പോലെ പറയട്ടെ, ആരംഭത്തിൽ തന്നെ ഏതെങ്കിലും വിഷയത്തിൽ നിന്നെ തളച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഈ ആരാധനയുടെ നടുവിൽ, ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ നീ വിശ്വസിച്ചാൽ അതിനെ പൊട്ടിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പകല. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? പുറത്തു കൊണ്ടുവരുന്ന വിശ്വാസമുള്ളവരെ, കുറെ കാലമായി ഈ വിഷയം തുടങ്ങിയിട്ട്, സ്തോത്രം, കുറെ നാളുകളായി തുടങ്ങിയിട്ട്, ആരംഭത്തിലെ തുടങ്ങിയ വിഷയമാ. എന്നാൽ ഇന്ന് പൽക്കാലം എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ വാ തുറന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്ക്. എന്റെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരൂ, നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരൂ, നിന്റെ ശുശ്രൂഷയെ പുറത്തു കൊണ്ടുവരൂ. ഒതുക്കി കെട്ടാൻ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ഒതുക്കുക അകത്തിട്ട്. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ശക്തനായ ഒരു മനുഷ്യനെ ഒരു സ്ത്രീ ഒതുക്കി. അവിടെ പേര് ദലീല, ശക്തന്റെ പേര് സാംസൺ. വായിക്കുന്നില്ലേ? സ്തോത്രം. ശിംശോനെ സംബന്ധിച്ചവൻ ആരാ? ഭയങ്കര കരുത്തനാ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ചും ഭയങ്കര കരുത്തൻ. കരുത്തന്റെ ആ ഒരു അടയാളം ഞാൻ പറയാൻ പോകുക. അതിൻ്റെ ഒരു ഉദാഹരണമാണ്, 300 കുറുക്കന്മാരെ ഓടിച്ചിട്ട് പിടിക്കണമെങ്കിൽ സാധാരണപ്പെട്ടവനോട് പറ്റുമോ? രാവിലെ ഓടാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടോ? എക്സസൈസിന്, BP കുറയാനും, ഷുഗർ കുറയാനും, കൊളസ്ട്രോൾ കുറയാനും ഡോക്ടർമാർ ഒരു കെട്ട് ഗുളിക എഴുതിട്ട് പറയും രാവിലെ 1 മണിക്കൂർ എന്ത് ചെയ്യണം? ഒരു കാര്യം മനസ്സിലാക്കണം, ഗുളിക തിന്നുന്നോണ്ടല്ല ഇത് കുറയുന്നത്, നടന്നോണ്ടാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നതിന് മുമ്പ് അങ്ങ് നടക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മൾ ഡോക്ടർ പറഞ്ഞാൽ എന്ത് ചെയ്യത്തുള്ളൂ? അതുവരെ നമ്മൾ എന്ത് ചെയ്യത്തില്ല? ഞാൻ സഹിതം നടക്കത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ നടക്കാമെങ്കിൽ നമുക്ക് എന്തായിരിക്കും? പക്ഷെ അല്പം എക്സസൈസ്, അല്പം വ്യായാമം നടത്തുന്നതൊക്കെ എന്താ, അത് ശരീരത്തിന് തന്നെ എന്തായിരിക്കും? ഒരു ഗുണമായിരിക്കും. പണ്ട് കാലത്തെ പോലല്ല. ഇന്ന് മൊത്തം നമ്മൾ കഴിക്കുന്നത് മുഴുവൻ നമുക്ക് വേണ്ടാത്തതാണ് കഴിക്കുന്നത്. വിഷാംശം ഒത്തിരി കഴിക്കുന്നുണ്ട്, ഒത്തിരി ഫാറ്റി ഫുഡ് കഴിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടൊക്കെ നമ്മൾക്ക് അതിൻ്റെ എല്ലാം പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഓടുക, നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് അനിവാര്യമാണ് കേട്ടോ. ഇന്ന് നാളെ പോയി നടന്നോണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. ഇഷ്ടംപോലെ കഴിച്ചോണം, നല്ല ആഹാരം കഴിച്ചോണം, എന്നിട്ട് എന്ത് ചെയ്തോണം? നടന്നോണം. ആ പറ്റുമെങ്കിൽ 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വീട്ടിലെങ്കിലും കൈയും കാലെങ്കിലും എന്ത് ചെയ്യണം?
ഒന്ന് ചലിപ്പിക്കണം. ഇന്ന് നമുക്കൊന്നും ചലിപ്പിക്കണ്ടല്ലോ. അരയ്ക്കണ്ട, സ്തോത്രം നനയ്ക്കണ്ട, എന്ന് വേണ്ട, നടക്കണ്ട. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത് എങ്ങനെയാണ് വന്നത്? സ്തോത്രം. ഞാൻ പണ്ട് സ്കൂളിൽ പോയിട്ടുള്ള 5 കിലോമീറ്റർ നടന്ന പണ്ട് ഞാൻ പോയിട്ടുള്ളത്. ഞാനാണ് ഇപ്പം 100 മീറ്റർ ഈ ഡെലിവറൻസ് ചർച്ചിൽ വരണമെങ്കിൽ ആ റൂമിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് വന്നത്? പിന്നെ എനിക്കിത് ഇല്ലായിരിക്കുമോ? സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ഈ ശിംശോന്റെ ഈ ശക്തിയെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ 300 കുറുക്കന്മാരെ എന്ത് ചെയ്തു? ആരുടെ സഹായം കൂടാതെ പിടിക്കുന്നത്. ഇതിനെയൊക്കെ എവിടെ പോയി കണ്ടുപിടിച്ചെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പം അവൻ്റെ മനസ്സിൽ ദൈവം കൊടുത്ത ഒരു ഭയങ്കര ഒരു ആലോചനയാണ്. 300 കുറുക്കന്മാരെ പിടിച്ച് നീ ചെയ്യണ്ട, കുറുക്കന്മാരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യിക്കും. അതുകൊണ്ട് അവൻ ഈ 300 എണ്ണത്തെ പിടിച്ച് വാലോട് വാൾ, ഈ 2 എണ്ണത്തിന് വാൽ എന്ത് ചെയ്യണം? എന്തൊരു ദൗത്യം. അപ്പം 150 സ്തോത്രം ടീമിനെയാണ് വിടുന്നത്. സ്തോത്രം 150 ടീം. 300 ആകുമ്പം ഈ 2 ആകുമ്പോൾ എത്ര ആകാം? അപ്പം 150 ടീം. സ്തോത്രം. ഇതിനെല്ലാം പിടിച്ച് വാലോട് വാല് പിടിച്ച് കെട്ടി ഇവൻ എന്ത് ചെയ്തു? ഓരോന്നിൻ്റെ ആ വാലിനിടെ ഒരു പന്തു അങ്ങോട്ട് കൊളുത്തി ഇതിനെ ഫെലിസ്ത്യൻ്റെ വയലിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ഫിലിസ്ത്യൻ്റെ വയൽ മുഴുവനും കത്തിച്ച് കളഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ഇവൻ്റെ ജീവിതത്തിൽ ഇത്രയും കരുത്തനായ ഒരു മനുഷ്യനായിരുന്നു ആര്? സ്തോത്രം പറഞ്ഞേ. ഇത്രയും കരുത്തനായിരുന്നു ഈ കരുത്തൻ. ഹല്ലേലൂയ. നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരു സ്ത്രീയുടെ, അത് ഒരു വേശ്യാ സ്ത്രീയുടെ മടിയിൽ അവൻ കിടന്നു. ഹല്ലേലൂയ. പോകരുതാത്തടത്ത് പോകുമ്പോൾ, നോക്കരുതാത്തടത്ത് നോക്കുമ്പോൾ, ഹല്ലേലൂയ, സ്പർശിക്കാത്തടത്ത് സ്പർശിക്കുമ്പോൾ അറിയാതെ നീ ഒതുങ്ങിപ്പോകും. സ്തോത്രം. ഇവൻ ഒരിക്കലും പോകരുതാത്ത സ്ഥലമാണിത്. ഹല്ലേലൂയ. ഇവൻ ഒരിക്കലും തല വെച്ച് കൊടുക്കരുതാത്ത ഇടമായിരുന്നു. പക്ഷേ പിശാച് അവനെ അവിടെ എത്തിച്ചു. പലരെയും പിശാച് എത്തിക്കുന്നത് ഇങ്ങനെയൊക്കെ, ഒതുക്കുന്നത് പല വിധത്തിലാണ്. ചിലരെ ഫേസ്ബുക്കിലൂടെ എന്ത് ചെയ്യും? ഒതുക്കും. ചിലരെ വാട്സാപ്പിലൂടെ എന്ത് ചെയ്യും? ഒതുക്കും. ചിലരെ ഇൻ്റർനെറ്റിലൂടെ എന്ത് ചെയ്യും? ഒതുക്കും. ഇന്നത്തെ നമ്മുടെ ഓരോരോ പരാജയങ്ങൾ, ഓരോ മക്കളുടെ പരാജയങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ പറയും ഫേസ്ബുക്ക് പരിചയമാണെന്ന് പറയും. സ്തോത്രം. ഫേസ്ബുക്ക് പരിചയം. ഹല്ലേലൂയ. അല്ല, ഇൻ്റർനെറ്റിക്കുള്ളതായ പരിചയമായിരുന്നു. സ്തോത്രം. അങ്ങനെ പരിചയപ്പെട്ട് പലരും ഒതുങ്ങിപ്പോവുകയാണ്. ഇന്ന് പലർക്കും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഒരു ശക്തി നിന്നെ ഒതുക്കരുത്. ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനവും നിന്നെ ഒതുക്കരുത്. ദൈവം കമ്മ്യൂണിക്കേഷന് വേണ്ടി തന്നിരിക്കുന്ന ഒരു ഘടകങ്ങളും നിന്നെയോ നിന്റെ തലമുറയോ ഒതുക്കിക്കളയരുത്. നമുക്കിതെല്ലാം വേണമെങ്കിൽ തന്നെയോ ഇതെല്ലാം സൂക്ഷിച്ച് മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ചിലരെ ഒതുക്കുന്നത് അവരുടെ കൂടപ്പുറപ്പുകൾ തന്നെയാണ്. ചില കൂട്ടുകാരും തീയതികളെയും ഒതുക്കിക്കളയും. ചിലരെ സ്നേഹിക്കുന്നവർ തന്നെ അറിയാതെ ഒതുക്കിക്കളയും. ഇന്ന് പകൽക്കാലം ഒരു ശക്തിയും ഒതുക്കാൻ നീ വിട്ടു കൊടുക്കരുത്. ഒരു കരമുറിച്ച് സ്തോത്രം പറ. ഹല്ലേലൂയ. ഒരു ശക്തിക്ക് നിന്നെ തന്നെ നീ അടിയറ വെക്കരുത്. നിന്റെ ശക്തി ഒരു മനുഷ്യൻ അപകരിച്ചു കൊണ്ട് പോകരുത്. നിന്റെ കഴിവ് മറ്റൊരുത്തൻ അപകരിച്ചു കൊണ്ട് പോകരുത്. നിന്റെ നന്മ മറ്റൊരു വഴി കൂടെ പോകരുത്. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന താലന്തുകൾ മറ്റൊരുത്തൻ വ്യാപാരം ചെയ്യരുത്. ഹല്ലേലൂയ. നിന്റെ വ്യക്തിത്വത്തെ മറ്റൊരുത്തൻ ചോദ്യം ചെയ്യരുത്. ഹല്ലേലൂയ. അവനെ ഒതുക്കി. നമുക്കറിയാം അവനെ ഇങ്ങനെ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പിള്ളേരെ താരാട്ടു പാടി ഉറക്കുന്നത് പോലെ തന്നെ അവനെ എന്ത് ചെയ്തു? മടിയിൽ കിടത്തി. കുഞ്ഞു വാവോ, രാരീരം വാവാവോ എന്നൊക്കെ പറഞ്ഞൊരു, പക്ഷേ എൻ്റെ ഭാഷയിൽ പറയുക ഞാൻ കേട്ടോ. സ്തോത്രം. ഈ ശിംശോനെ എന്ത് ചെയ്തു? പക്ഷെ അവിടെ ഉള്ളിലെ ഇരിപ്പെന്തായിരുന്നു? അല്പനിമിഷം രാരീരം പാടി ഇവനെ ഉറക്കിയാൽ, എൻ്റെ മടിയിൽ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ ജനത്തോട് ഇവൻ ചെയ്തത് പകരം ഞാൻ വീട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ ജനത്തോട് അവൻ ചെയ്തത് ഞാൻ എന്ത് ചെയ്യും? പകരം വീട്ടും. അവൻ്റെ രഹസ്യം അവൾ നേരത്തെ ചോർത്തിയിരുന്നു. സ്തോത്രം. അവനോട് പലപ്പോഴും ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതാ എന്നൊക്കെ അവൻ പറഞ്ഞവളെ ഒഴിച്ചു മാറ്റി വിട്ടുവെങ്കിലും ഒരു സമയം ഇവിടെ
ആ സംസാരം മൂത്തു വന്നപ്പോൾ അവൾ ഇൻസിസ്റ്റ് ചെയ്തപ്പോൾ അവൻ അറിയാതെ പറഞ്ഞു, എൻ്റെ ശക്തി മുഴുവനും എൻ്റെ ജടയിലാണ് ഇരിക്കുന്നത്. ഇതുവരെയും എൻ്റെ ജടയിൽ കത്രിക വെച്ചിട്ടില്ല, കത്തി വെച്ചിട്ടില്ല. ഞാൻ പിറന്നപ്പോൾ തന്നെ യഹോവയ്ക്ക് നാസിർ വ്രതസ്ഥനാണ് എന്ന് വെച്ചാൽ എൻ്റെ ജടയിൽ, എൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവാൻ പാടില്ല. മുന്തിരിയുടെ കുരു തൊട്ട് അതിൻ്റെ തൊലി തൊട്ട് ഒന്നും ഭക്ഷിക്കാൻ പാടില്ല, ശവത്തെ തൊടാൻ പാടില്ല. അങ്ങനെ ഒരു പ്രത്യേക നിയമത്തിന് വിധേയപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് എന്റെ ശക്തി മുഴുവനും എവിടെ കിടക്കുകയാ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, അല്പം പരാജയം സംഭവിച്ചാലും കുഴപ്പമില്ല. ഹല്ലേലൂയ. അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുവാൻ പരിശുദ്ധാത്മാവ് കൂടുണ്ട്. നിനക്ക് തന്നെ വരാൻ കഴിയാത്ത ഇടത്തതിനെ പൊക്കിക്കൊണ്ട് വരുവാൻ ആര് കൂടുണ്ട്? ഹല്ലേലൂയ. റൂഖമ ശന്തരാല ഹതുനാന. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നിനക്ക് തന്നെ പൊങ്ങാൻ പറ്റത്തില്ലെങ്കിൽ നിന്നെ പൊക്കാൻ ആരുണ്ട്? അതുകൊണ്ടല്ലേ പറഞ്ഞ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കും. കാര്യസ്ഥൻ പറഞ്ഞ സഹായകനെന്നാണ്. പരിശുദ്ധാത്മാവ് ആരാ? ഒരു സ്തോത്രം പറഞ്ഞാട്ട്. നമ്മുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവ് വിട്ടുകൊടുത്തേക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ, ശക്തിയോട് കൂടി ഒരു വ്യക്തിയാ. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ആര് ചെയ്തെടുക്കും? റൂഷക്കാര. ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് എല്ലാവരും അല്പനിമിഷം സ്തോത്രം പറഞ്ഞേ. എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ആര് ചെയ്യും? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണമേ, ഈ മനുഷ്യൻ അമ്മയുടെ ഉദരം മുതൽ, ഗർഭം മുതൽ ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവനെ കുറിച്ച് പഠിച്ചാൽ, ഒന്ന് അവൻ്റെ ആരോഗ്യം, അവൻ്റെ ആയുസ്, അവൻ്റെ നന്മ, അവനുള്ളതെല്ലാം ഒതുങ്ങിപ്പോയി. സ്തോത്രം. അപ്പോൾ ഒതുക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒതുക്കപ്പെട്ട മനുഷ്യൻ, ജനനം മുതൽ ഒതുക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഈ ഒതുക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവൻ ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. ആ ഒതുക്കപ്പെട്ട അനുഭവത്തോടുകൂടെ മുടന്തനായിട്ട് തന്നെയാണ് അവൻ ഭൂമിയിൽ പിറക്കപ്പെട്ടത്. വലിയ പ്രതീക്ഷയൊന്നും അവനില്ല. ഉണ്ടോ? ഇനി എങ്ങനെങ്കിലും ചാകുന്നിടം വരെ ജീവിക്കണമെന്നല്ലാതെ മറ്റൊരു പ്രതീക്ഷ അവനില്ല. ഹല്ലേലൂയ. എങ്ങനെങ്കിലും ഉദരപൂർണം നടത്തണം, എങ്ങനെങ്കിലും ജീവിച്ചു പോണം, എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് അവസാനിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടെ ഒതുക്കപ്പെട്ട് ജീവിക്കുന്ന ഈ മനുഷ്യൻ. ഹല്ലേലൂയ. നമ്മൾ രണ്ടാമത്തെ ചിന്തയിലേക്ക് പോകുമ്പോൾ, രണ്ടാമത്തെ ചിന്ത, ഈ ഒതുങ്ങിപ്പോയവന്റെ ഭാവി എന്താണ്? സ്തോത്രം. ഒതുങ്ങിപ്പോയാൽ ഭാവി എന്ത് ചെയ്യും? ഇരുളടയുക. ഇവിടെ നമ്മൾ നോക്കേ, ഒതുങ്ങിപ്പോയവന്റെ ഈ ഭാവിയെക്കുറിച്ച് നോക്കുമ്പോൾ, ഒന്ന്, അവൻ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സ്തോത്രം. രണ്ട്, അവനൊരു ഭിക്ഷാടനം നടത്തുന്നവനായി മാറി. മൂന്ന്, അവൻ മറ്റുള്ളവർക്കൊരു ബാധ്യതയായി തീർന്നു. ഒതുങ്ങിപ്പോകുന്നവന്റെ ജീവിതം ഇതാ കേട്ടോ. മനസ്സിലായല്ലോ? ഒന്ന്, അവൻ തെരുവിലേക്ക് എന്ത് ചെയ്തു? വലിച്ചെറിയപ്പെട്ടു. ഭിക്ഷാടനത്തിന് വേണ്ടി തെരുവിലിറങ്ങേണ്ട ഗതികേട് അവന് വന്നു. മറ്റൊന്ന്, അവൻ മറ്റു പലർക്കും ബാധ്യതയായി. നമ്മളിങ്ങനെ വായിക്കുന്നത്, ഇവനെ ചിലർ ചുമന്നുകൊണ്ട് ഇവനെ എടുക്കണ്ടായോ? ഇതൊരു ബാധ്യതയല്ലേ? അല്ലേ? മറ്റുള്ളവർക്കൊരു ബാധ്യതയായിട്ട് മാറി ഇവന്റെ ജോലി എന്താ? ഭിക്ഷാടനം. ഹല്ലേലൂയ. അപ്പോൾ ഒതുക്കപ്പെട്ടവന്റെ ഭാവി ഇതാണ്. ഇന്ന് പകൽക്കാലം ദൈവജനമേ, സ്തോത്രം, നിന്റെ കാഴ്ചപ്പാടിനപ്പുറമായി നിനക്കൊന്ന് വിധി എഴുതി വെച്ചിരിക്കുന്ന തമ്പുരാന്റെ മുമ്പിലാണ് വന്നിരിക്കുന്നതെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ സാക്രിയോ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇവൻ തെരുവിലേക്ക് എറിയപ്പെട്ടു. എന്നും തെരുവിൽ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. എന്നും പുറന്തള്ളപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല.
ആരോട് ദൂത് പോലെ പറയുന്നു. ചില വിഷയത്തിൽ പുറന്തള്ളപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾ ഇവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, പുറന്തള്ളപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെയാണ്, പഠിപ്പിച്ചിങ്ങനെയാണ്. മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈ നീട്ടുന്നത് തന്നെ എന്തോ ഒരു ശാപമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും അംഗീകരിച്ചാലില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്യം മറക്കല്ല, മുന്നമേ അവന്റെ രാജ്യവും അതോടുകൂടെ. ഹല്ലേലൂയ. മറ്റുള്ളവന്റെ മുമ്പിൽ പോയി എനിക്ക് വല്ലതും തരണേ, ഞാൻ ഇങ്ങനാണ്, അങ്ങനാണ്, എൻ്റെ കുടുംബം ഇങ്ങനാണ്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു കളയുമേ. ഇടയ്ക്കൊരു സഹോദരി, സ്തോത്രം, അവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി പലരെയും സമീപിച്ചു. എന്നിട്ട് അവളിങ്ങനെ വേറൊരുത്തിയോട് പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല, ഞാനും മക്കളും പോയി ചത്തുകളയുമെന്ന് പറഞ്ഞു. കർത്തൃമേശ എടുക്കുന്നോളാം. കിട്ടിയില്ല എന്ത് ചെയ്യും? സ്തോത്രം. എനിക്കത് കിട്ടിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാനും മക്കളും പോയി എന്ത് ചെയ്യും എന്നുവെച്ചാൽ വെരട്ടി കാണിച്ചതാ. ഈ വിരട്ടുമ്പം ഇപ്പം ബാങ്കുകാരുടെ മുമ്പിൽ പോയി വിരട്ടി അവരെന്ത് ചെയ്യും? ജപ്തിയൊക്കെ വരുമ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? മണ്ണെണ്ണ കുപ്പിയും പിടിച്ചോണ്ട് ഇപ്പം ഞങ്ങൾ ഒഴിക്കും, കത്തിക്കും എന്നാണ് പറയുന്നത്. അവരെന്ത് ചെയ്യും? പാമ്പ് പിടിച്ചോണ്ട് എന്ത് ചെയ്യും? ചിലർ ചെയ്യുകയും ചെയ്യും. ഇപ്പോഴും നമുക്കറിയാം, പലരും കടക്കണി, നമ്മൾ പത്രത്തിൽ വായിച്ച് കടക്കണി കൊണ്ട് എന്ത് ചെയ്തു? പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ വലിയ നമുക്ക് വിഷമം തോന്നുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ദൈവം എന്നെ പഠിപ്പിച്ചതാണ്. ദൈവാത്മാവിൻ്റെ നടത്തിപ്പുള്ളൊരു വ്യക്തിയെങ്കിൽ, ശരിയാവണ്ണം ദൈവത്തെ സേവിക്കുന്ന ഒരു ജീവിതമെങ്കിൽ, ഹല്ലേലൂയ, നിനക്കൊത്തിരി ഒന്നും ഇല്ലെങ്കിലും നിന്റെ ആവശ്യം അറിഞ്ഞെന്റെ ദൈവം തന്റെ കരം നീട്ടാതിരിക്കത്തില്ല. ആവശ്യം അറിഞ്ഞ് ദൈവമാണ് ഏലിയാവിന് ദൂത് കൊടുത്തത്, അല്ലേ? ദൈവം പറഞ്ഞ ദൂത് വര തെറ്റാതെ, വള്ളിക്കും പുള്ളിക്കും മാറ്റം വരാതെ വണ്ണം ആഹാബ് എന്ന ദുഷ്ടനായ രാജാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ സേവിച്ചു വരുന്ന ദൈവം പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകൾ മഞ്ഞുമഴയും. ദൂത് കൊടുത്ത ദൈവത്തിന് അറിയത്തില്ലേ ഇവന്റെ വയറിന് കൊടുക്കാൻ? ദൂത് കൊടുത്തിട്ട് ദൂത് പറഞ്ഞു വിട്ടിട്ട് അവനെ വെറും കൈയോടെ വിടുകയല്ല. അടുത്ത ദൂത് എന്താ പറഞ്ഞത്? നീ എവിടെ പോയിരിക്കണം? സ്തോത്രം പറഞ്ഞേ. ദൈവവിളി കേട്ടാണ് നീ ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ നിന്റെ ഒരാവശ്യം മുടങ്ങത്തില്ല സഹോദരി, ഒരാവശ്യം മുടങ്ങത്തില്ല സഹോദര. നിന്റെ തലമുറ ഒരാവശ്യം മുടങ്ങത്തില്ല. നിന്റെ ഭാവി മുഴുവനും വരച്ചു വെച്ചിരിക്കുന്ന അവന്റെ ഉള്ളം കൈക്കകത്ത് നിന്റെ ഭാവി മുഴുവനും കൃത്യമായി അവൻ വരച്ചു വെച്ചിട്ടുണ്ട്. ശുശ്രൂഷ വരച്ചു വെച്ചിട്ടുണ്ട്. ഒന്നുകൊണ്ടും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. ദൈവം അവന് തക്ക സമയത്ത് എന്ത് കൊടുത്തു? ദൂത് കൊടുത്ത ദൈവം ഇവനോട് പറഞ്ഞു, പോയിരിക്കാൻ പറഞ്ഞു. ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം ഇവന് ദൂത് കൊടുത്തപ്പോൾ തന്നെ കാക്കയ്ക്കും ദൂത് കൊടുത്തു. സ്തോത്രം പറഞ്ഞേ. ഇവന് ദൂത് കൊടുത്തപ്പോൾ തന്നെ ദൈവം പറഞ്ഞ ദൂത് ആഹാബിന് കൊടുത്തു. അടുത്ത ദൂത് ഇവന് ദൈവം കൊടുത്തു. മാത്രമല്ല, ഇവന് കൊടുക്കേണ്ട ദൂതിന്റെ ആ പൂർത്തീകരണം വെളിപ്പെടുവാൻ തക്കവണ്ണം കാക്കയ്ക്ക് എന്ത് ചെയ്തു? ഇന്ന് പൽക്കാലം നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദൈവം ആരോട് കൽപ്പിക്കുന്നുണ്ട്? മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതെ വണ്ണം. മറ്റൊരുത്തിന്റെ മുമ്പിൽ നിന്റെ ആവശ്യം നീ പറയാതെ വണ്ണം നിന്റെ ആവശ്യം നിറവേറ്റാൻ ആരോടോ ദൈവം. വിശ്വാസം ഉണ്ടെങ്കിൽ സ്തോത്രം പറ. ആരോടോ ദൈവം
അതാ നമ്മുടെ കാക്ക കേട്ടോ. സ്തോത്രം. ഇന്നത്തെ കാക്കയൊന്നും നമുക്കൊന്നും കൊണ്ട് തരത്തില്ല. പക്ഷേ കാക്കയ്ക്ക് സമമാകട്ടെ ചില വ്യക്തികളെ, ചില ജീവിതങ്ങളെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച് മറ്റുള്ളവന്റെ മുമ്പിൽ നീ ആക്ഷേപപാത്രമാകാതെ വണ്ണോ ദൈവം നിന്റെ ആവശ്യങ്ങൾ നടത്തി തരുമെന്ന് നീ ആഴമായി വിശ്വസിച്ച് കരമടിച്ചോ കരമുയർത്തിയോ അല്പനിമിഷം അഭിഷേകത്തോടുകൂടെ ദൈവത്തിന് ആരാധന കൊടുക്കാൻ. അപ്പോൾ ഇവന്റെ ഈ ജീവിതത്തിലെ ഈ മുടന്ത് ഇവനെ തെരുവിലേക്ക് വലിച്ചെറിച്ചു. ഇവനെ ഇവനെ ഒരു ഭിക്ഷാടകനാക്കി മാറ്റി. ഇവനെ മറ്റുള്ളവർക്കൊരു ബാധ്യതയാക്കി മാറ്റി. ഹല്ലേലൂയ. കുറെ കാലം കൊണ്ട് അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ അവൻ താമസിക്കുന്ന ഇടത്തുനിന്ന് അവനെ ചുമ്മി ചിലർ അവനെ ഇവിടെ കൊണ്ടുവന്നിരുത്തും. ഈ ബ്യൂട്ടിഫുൾ ഗേറ്റിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തും. അവൻ അവിടെ പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഞാൻ പറഞ്ഞല്ലോ 6 മണി മുതൽ 6 മണി വരെയാണ് യഹൂദന്റെ സമയമെന്ന് പറയുന്നത്. ഈ സമയത്ത് നിരവധി പേര് വന്നും പോയിക്കൊണ്ടുമിരിക്കും. പോകുന്നവരോടും വരുന്നവരോടും ഉദരപൂർണത്തിന് വേണ്ടി അവൻ അലറി വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അലറി വിളിക്കും. നല്ലൊരു വേഷം അവനില്ല. ഹല്ലേലൂയ. നല്ലൊരു ഡ്രസ് അവൻ ഇടുന്നില്ല. ഒരു പക്ഷെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഒരു വേഷമായിരിക്കും അവൻ അപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും കൊണ്ടുവന്നിരുത്തിയാൽ മാത്രമേ അവൻ അവിടെ വരാൻ കഴിയത്തുള്ളൂ. സ്വതമേ നടന്നു വരുവാൻ അവന് കഴിയാത്ത അവസ്ഥയിൽ ഹല്ലേലൂയ മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി ജീവിക്കുന്ന ഇവന്റെ ജീവിതത്തിന് മാറ്റം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവോടെ കൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പൽക്കാലം ആരോട് ദൂത് പറയുന്നു? മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി ജീവിക്കാതെ വണ്ണം സ്വന്തമായി സ്വന്തം കാൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കത്തക്കതുപോലെ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് ദൂത് പറയുക. അങ്ങനെയുള്ള അവസരം ദൈവം തരും. നീ മറ്റുള്ളവനെ ആശ്രയിക്കേണ്ട. നിന്റെ കാലിൽ എഴുതരുത് നിൽക്കത്തക്കവണ്ണോ ഹല്ലേലൂയ കൃപ ദൈവം തന്ന് അവസരം തന്ന് നിന്റെ സാഹചര്യങ്ങളെ മാറ്റി മറിക്കുവാൻ ദൈവാത്മാവിന് കഴിയുമെന്ന് ഇന്ന് പൽക്കാലം ദൂതായി ഏറ്റെടുത്ത് ശക്തിയോട് സ്തോത്രം പറ. ആമേൻ. ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവന്റെ സ്ഥാനം എപ്പോഴും ആരോടൊപ്പമാണെന്നറിയാമോ? ഭിക്ഷക്കാരോടൊപ്പം. ഇങ്ങനെ ലൈനോട്ടിരിക്കുകയായിരിക്കും. ആ കൂട്ടത്തിലെ ഒരാളാണ് ആരെ? ഇവര്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ ഇരിപ്പ് ഇതാ ഭിക്ഷാടനം നടത്തുന്നവരോടൊപ്പമാ. പക്ഷേ ഇതൊക്കെ ദൈവം മുമ്പേ കണ്ടു. ഇരിപ്പിനൊരു മാറ്റം കൊടുക്കണം. ഇനി ഞാൻ ദൂത ഇതെല്ലാം പറയുന്നത് കേട്ടോ. ആ ഇരിപ്പിനൊരു മാറ്റം കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതേ അവസ്ഥയിൽ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, അതിന്റെ നടുവിൽ നിന്ന് ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുക. ഹല്ലേലൂയ. ഓ ശഖാരബ, ഒരു സ്തോത്രം പറ. അതിന്റെ നടുവിൽ നിന്ന് ദൈവം ഒരു മാറ്റം വരുത്താൻ പോകുക. ഹല്ലേലൂയ. ഇനി ആ സീറ്റ് നിനക്കുള്ളതല്ല, ആരേലും ഇരുന്നോട്ടെ. ചിലരൊക്കെ ഉണ്ട് ഈ സീറ്റ് ആർക്കും വിട്ടുകൊടുക്കത്തുമില്ല അവന്. സ്തോത്രം. അത് തന്നെ ഒരു സുഖമല്ല ചിലരൊക്കെ. പക്ഷേ ദൈവം കണ്ടു കഴിഞ്ഞാൽ ആ സീറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു മാറ്റം കൊടുക്കും. നമുക്കിനി ചിന്തിക്കാം. സ്തോത്രം. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടത്, ഒതുങ്ങിപ്പോയ ഇവന്റെ ജീവിതത്തിലെ മാറ്റം ഇനി എന്താ? മാറ്റം. സ്തോത്രം. ഒതുങ്ങിപ്പോയവന്റെ ഭാവി നമ്മൾ ചിന്തിച്ചു. ഇനി ഒതുങ്ങിപ്പോയവന്റെ ജീവിതത്തിലെ മാറ്റം നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. സൗഖ്യം. എന്താണ് സൗഖ്യം? ഇവൻ തെരുവിലേക്കാണ് വലിച്ചെറിയപ്പെട്ടത്. പക്ഷേ അവിടെ നിന്ന് ഒരു മാറ്റം, ഒരു സൗഖ്യം. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇവൻ ഒരു ദിവസം മുഴുവനും അലറിക്കൂകിയാൽ അവന് കിട്ടുന്നത് അല്പ നാണയ തുട്ടുകളാണ്. ഒരു ദിവസം മൊത്തം അലറിക്കൂകണം. അല്പ നാണയ തുട്ടിന് വേണ്ടിയാണ് വാ തുറന്ന്
അലറി വിളിക്കുന്നത്. കാരണം അലറി വിളിച്ചില്ലെങ്കിൽ ഉദരം നിറയത്തില്ല, അലറി വിളിച്ചില്ലെങ്കിൽ പാത്രം നിറയത്തില്ല, പാത്രത്തിൽ നാണയത്തൊട്ട് വരത്തില്ല. അതുകൊണ്ട് അത്രത്തോളം അലറി വിളിക്കാമോ അത്രത്തോളം വരുന്നവരുടെ മുമ്പിൽ അവൻ എന്ത് ചെയ്യും? പക്ഷേ പാത്രം നിറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഉദരം നിറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് പലക്കാലം ചില കൊച്ചു കൊച്ചു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അത് മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഓ ഹല്ലേലൂയ. റൂഷ്കാമ ശംദന. ഒരു പക്ഷെങ്കിൽ ഒരു കൊച്ചു സൗഖ്യം, ഒരു ഇച്ചിരി കടബാധ്യത ഒന്ന് മാറണം, അതിനു വേണ്ടി ഞാനങ്ങ് പറയുക. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ കൊച്ചിൻ്റെ വിഷയം, ചെറുക്കൻ്റെ വിഷയം, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകണം, സ്ഥിതി മാറണം, കടം മാറണം, സ്തോത്രം, അല്ലെങ്കിൽ മറ്റ് ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണം. ഇതിനു വേണ്ടി കൊച്ചു കൊച്ചു വിഷയമാണ് നിന്റെ ജീവിതത്തിൻ്റെ വലിയ പ്രശ്നം. ഇതിന് ഇന്ന് പൽക്കാലം ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, ഇതല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കൊച്ചിനെ വെളിയിൽ വിടുന്ന കാര്യവും നിന്റെ കൊച്ചു കൊച്ചു കടം മാറ്റി നിന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല, അതിനപ്പുറത്തെ റേഞ്ചിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുണ്ടെന്ന ആലോചനയായി പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ പ്രാർത്ഥനയിൽ, അല്ലെങ്കിൽ 21 ദിവസ ഉപവാസ പ്രാർത്ഥനയിൽ ഈ നാണയത്തൊട്ടിന് വേണ്ടി എന്ത് ചെയ്യണ്ട? നിങ്ങൾ എന്ത് പാസ്റ്റർ എന്ത് പറയുന്നത്? ഇതില്ല ജീവിക്കാൻ പറ്റുമോ? അതും കൊച്ചിയിൽ തന്നെ ജീവിക്കാൻ പറ്റുമോ? സ്തോത്രം. എല്ലാത്തിനും എന്ത് വേണം നമുക്ക്? പൈസ വേണ്ടായോ? സ്തോത്രം വേണം. എന്നാൽ ഇന്ന് പലക്കാലം വിശ്വസിക്ക്, നാണയത്തൊട്ടിനപ്പുറത്തേക്കൊരു റേഞ്ചിൽ ഒരു പ്ലാറ്റ്ഫോം പണിത്, സ്തോത്രം, നീ ഇപ്പം നിൽക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറില. ഹല്ലേലൂയ. ഇപ്പം ചോദിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, ചില പുതിയ പ്ലാറ്റ്ഫോമുകൾ പണിത്, എലിവേറ്റർ പണിത്, ഹല്ലേലൂയ, അതിലേക്ക് കയറ്റി നിർത്തി കുതിച്ച് മുകളിലേക്ക് ഇതിനെ നടത്തുവാൻ കഴിവുള്ള ഒരു യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചിന്ത, ദൈവമേ, ഒരു 500 രൂപയുള്ള മാസം കിട്ടുന്ന ഒരു വരുമാനമുള്ള ഒരു ശുശ്രൂഷ മതിയായിരുന്നു. എന്താ 500 രൂപ? ഞാൻ ആദ്യമൊക്കെ ഡൽഹിയിലൊക്കെ ആയിരുന്നു, സ്തോത്രം, 90-91 ഡൽഹിയിലാണ് ശുശ്രൂഷിച്ചത്. സ്തോത്രം. 500 രൂപ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു 5 ലക്ഷത്തിൻ്റെ തൂക്കമാണ്. സ്തോത്രം. അതുപോലെ അങ്ങ് തോന്നുന്നു എനിക്കങ്ങ്. സ്തോത്രം. അതുകൊണ്ടാ പഠിക്കാൻ 88 പഠിക്കാൻ പോയപ്പോഴേ ഒരു ഷൂ ഒക്കെ 88 വാങ്ങിച്ച ഷൂ ഞാൻ 92 വരെ എന്ത് ചെയ്തു? സ്തോത്രം. ഒരു 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 റോള് നൂല് മൊത്തം ഇരിപ്പുണ്ട്, പൊട്ടുക. അവിടെ പിന്നെ 50 1 രൂപ കൊടുത്താൽ ഞാൻ തയ്ച്ചു തരും. നന്നായിട്ട്. ഇവിടുത്തെ പോലൊന്നും അല്ല, ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ തയ്യക്കാരില്ലേ, മൊത്തം ഷൂസല്ലേ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് എന്ത് ചെയ്യും, അവർ തയ്ച്ചു തരും. അപ്പോൾ 88 എടുത്ത ഷൂ 92 ഞാൻ കളഞ്ഞത്. സ്തോത്രം. നോക്കുമ്പോൾ ഇഷ്ടം പോലെ എന്തുണ്ട്, തയ്യൽ മാത്രമേ ഉള്ളൂ. നോർത്ത് സ്റ്റാറിൻ്റെ ഷൂവാ, ബാറ്റായുടെ നോർത്ത് സ്റ്റാറിന് നമുക്കൊരു ഹരമായിരുന്നു അന്ന്. അന്നൊരെണ്ണം മേടിച്ചു, പക്ഷെ 2ാം മേടിക്കാൻ കാശില്ല നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കുത്തി തയ്ച്ചുകൊണ്ട് നടന്നു. അന്നൊരു 500 രൂപ എന്നൊക്കെ പറയും ഭയങ്കര ഒരു തുകയാണ്. സ്തോത്രം. എങ്ങനെയെങ്കിലും എന്ത് ചെയ്താൽ മതി, ഒന്ന് ജീവിച്ചു പോയാൽ മതി, എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് അന്ന് ആ തണുപ്പ് ഉള്ളതായ നാട്ടിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. സ്തോത്രം. അതൊക്കെ എൻ്റെ അന്നത്തെ ചിന്തയായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ റേഞ്ച് മാറ്റി പിടിച്ചു.
ഹല്ലേലൂയ. നിന്റെ റേഞ്ച് നീ മാറ്റി പിടിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം സ്തോത്രം. റേഞ്ച് മാറ്റി പിടിക്കാൻ പറഞ്ഞപ്പോൾ എന്റെ നിലപാടിന് മാറ്റം വന്നു, ചിന്തയ്ക്ക് മാറ്റം വന്നു. ഹല്ലേലൂയ. രീതിക്ക് എന്ത് ചെയ്തു? മാറ്റം വന്നു. ശുശ്രൂഷയ്ക്ക് മാറ്റം വന്നു. ഹല്ലേലൂയ. അന്നൊരു കൊച്ചു കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം പിന്നെന്ത് ചെയ്യാൻ തുടങ്ങി? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം നാണയത്തുട്ടിന് വേണ്ടിയല്ല, പുതിയൊരു തലത്തിന് വേണ്ടി എന്ത് ചെയ്തു? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കരമുയർത്തി പിടിച്ചേ. ഒരു പുതിയ തലം നിന്റെ വീട്ടിനകത്ത്, നിന്നിൽ തന്നെ ഒരു പുതിയ തലം, നിന്റെ തലമുറയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത്, ദൈവസഭയ്ക്കകത്ത്. ഹല്ലേലൂയ. ഇതുകൊണ്ട് ഒതുങ്ങി കൂടാനല്ല, ഇന്ന് പൽക്കാലം പുതിയ തലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചിലരെ കൈപിടിച്ചുയർത്തുമെന്ന് ദൂതായൻ പറയട്ടെ. സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കരം നീട്ടുകയാ, കൈ നീട്ടുകയാ, പൊക്കുകയാ, നിന്നെ പുറത്ത് കൊണ്ടുവരികയാ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണമേ, ഇവന്റെ ജീവിതത്തിൽ ഇവനൊരു മാറ്റം. ഇവൻ ഇങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടാമെന്നാ വിചാരിച്ചത്. ഇവനെ കുറിച്ച് പഠിക്കുമ്പോൾ 4:22 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇവൻ ഏകദേശം 40 വയസ്സ് പ്രായമുണ്ട്. അപ്പം ഭിക്ഷാടനത്തിന്റെ ഒരു സൂപ്പർലേറ്റീവിലേക്ക് ഇവൻ എന്ത് ചെയ്യുക? പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പക്ഷെങ്കിൽ അതിൻ്റെ യൂണിയന്റെ ഒരു സെക്രട്ടറി ആയിരിക്കും ഇവന്. ആരുടെ? എത്ര വയസ്സുണ്ട്? പക്വത ആയില്ലേ? കുറഞ്ഞ പക്ഷം എന്തിനേക്കും ആണെങ്കിൽ എത്ര വയസ്സ് വേണം? ഒരു 35-40 ആകുമ്പോഴാണ് എന്താകുന്നത്? ഒരു പക്വതയൊക്കെ ആകുന്നത്. അപ്പോൾ ഇവൻ പക്വത പ്രാപിച്ചത് കൊണ്ട് ഇവനെ എന്താക്കി കാണും? അതിൻ്റെ ആ യൂണിയൻ്റെ എല്ലാവർക്കും എന്തുണ്ട്? എല്ലാവർക്കും എന്തുണ്ട്? ഇപ്പം യൂണിയൻ ഇല്ലാത്ത ആര് മാത്രമേ ഉള്ളൂ? ഉദ്ദേശിമാർ മാത്രമേ ഉള്ളൂ. കുറേ കഴിയുമ്പം ഉദ്ദേശിമാർക്ക് CIT യൂണിയൻ ആകും, INTUC യൂണിയൻ ആകും. ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളൊന്ന് സ്തോത്രം. നമുക്ക് വേണോ? വേണോ? സ്തോത്രം. ഒരു യൂണിയൻ നമുക്ക് വേണ്ട. നമുക്കൊരു യൂണിയൻ മുകളിലുണ്ട്, സ്വർഗത്തിലൊരു യൂണിയനുണ്ട്. ഈ യൂണിയന്റെ അംഗങ്ങൾ ആര്? നമ്മളൊക്കെ. അങ്ങനെ പറഞ്ഞ് ചില പറയും പെന്തക്കോസ്തുകാരൊക്കെ ദൈവമക്കളൊക്കെ ശക്തി പ്രകടനമൊക്കെ നടത്തി നമ്മൾ ഉണ്ടെന്നൊക്കെ എന്ത് ചെയ്യണം? കാണിക്കണം. എന്തോ കാണിക്കാനാ? എത്ര എണ്ണിയാലും 10 എണ്ണം, അതിൽ കൂടുതൽ നമ്മളൊന്നുമില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഒന്നുമില്ല എന്ന് നമ്മൾ വിധി എഴുതുമ്പോൾ സ്വർഗത്തിന് നമ്മൾ വിലയുള്ളവരാ. ഞാൻ വിശ്വസിക്കുന്ന എന്നെ പോലെ വിലയുള്ളവൻ മറ്റാരുമില്ല. നിങ്ങളും അങ്ങനെ തന്നെ വിശ്വസിക്കണം. ഹല്ലേലൂയ. മുഴു ലോകത്തെക്കാളും വില ആർക്കുണ്ട്? ദൈവമക്കൾക്കുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം. സ്തോത്രം. ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇവൻ ഈ 40 വയസ്സ് വരെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ പോകുകയായിരുന്നു. എന്നാൽ 40ാമത്തെ വയസ്സിൽ ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത 2 പേരെ കണ്ടുമുട്ടി അവൻ. 2 ഉപദേശിമാരെ കണ്ടുമുട്ടി. അന്ന് വരെ അങ്ങനെ സ്തോത്രം ഉള്ളവരെ കണ്ടുമുട്ടിയിട്ടില്ല. ഒരു ദൂത് പോലെ പറയട്ടെ, അഭിഷിക്തന്മാരെ കണ്ടുമുട്ടുന്നത് നിന്റെ ഗതി മാറ്റാൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. അഭിഷിക്തന്മാരെ കണ്ടുമുട്ടിയാൽ നിന്റെ ഗതി മാറാൻ പോകുകയാ. കണ്ടുമുട്ടേണ്ടവരെ കണ്ടുമുട്ടണമെന്നേ ഉള്ളൂ. സ്തോത്രം. അഭിഷേകമുള്ളവനെ കണ്ടുമുട്ടിയാലുണ്ടല്ലോ സ്ഥിതിക്ക് മാറ്റം വരും. അവന്റെ പക്കൽ എന്തെങ്കിലും തരം കാണും, എന്തെങ്കിലും ദൂത് കാണും, അവന്റെ പക്കൽ എന്തെങ്കിലും ആലോചന കാണും. ഹല്ലേലൂയ. പലരുടെയും മുമ്പിൽ പോയി കൈ നീട്ടുന്നത് പോലെ അല്ല അഭിഷേകത്തിന് മുമ്പിൽ നീ വരുന്നത്. ഒരു വിഷയമുണ്ട്, ആരോട് പറഞ്ഞോണോ? ചിലരോടൊന്നും പറയാൻ പറ്റത്തേയില്ലെന്ന്. ചില അഭിഷേകന്മാരോട് മിണ്ടാൻ പോലും പറ്റത്തില്ല. പ്രത്യേകിച്ച് അഭിഷേകത്തിൻ്റെ ഭാര്യ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് മൊത്തം മനോരമയാക്കി കളയും. ഇന്ന് പ്രത്യേകിച്ച് എന്തുണ്ട്?
സ്തോത്രം. ഫോണുണ്ട്. ഫോണില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? കൊറോണ വന്നതോടുകൂടി പിള്ളേരുടെ 3-ാം ക്ലാസ്സിലെ കൊച്ചിൻ്റെ എന്താ നമ്മൾ രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന, കൊറോണ വന്നതോടുകൂടി സൂം ക്ലാസ് മറ്റേ ക്ലാസ് എന്നും പറഞ്ഞ് പിള്ളേർക്ക് മൊത്തം ഇപ്പം എന്താ? അതുകൊണ്ട് എല്ലാത്തിൻ്റെയും തലയെ പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. പിള്ളേരുടെ കയ്യിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? എന്നാൽ പഠിക്കണമെന്ന് പറയും. പഠിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ അല്ലയോ പിശാചിൻ്റെ കളിയെ? ഒരു കൊറോണ വന്നതോടുകൂടി തല എന്ത് ചെയ്തു? അങ്ങനല്ലേ? സ്തോത്രം. ഇന്ന് നമ്മൾ നോക്കിയാൽ ഇന്ന് മനുഷ്യന് എവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടത്തിങ്ങനെ പോയപ്പോൾ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ക്യൂ ഇരിക്കണം, കുറേ നേരം നമ്മൾ ഇരിക്കുമ്പോൾ എല്ലാവരും എന്താ നോക്കിയിരിക്കുക? ആരും മുഖത്തോട് പോലും നോക്കുന്നില്ല. ആണാന്നോ പെണ്ണാണോ ഇരിക്കുന്നത് പോലും ആരും എന്ത് ചെയ്യത്തില്ല. എല്ലാവരും അങ്ങനെ ആ തലത്തിൽ നമ്മൾ എത്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ചർച്ചിലൊക്കെ വന്നിരിക്കുമ്പോഴേക്കും ആയിരിക്കും നമ്മളൊന്ന് മുഖം കാണുന്നത്. അല്ല പിന്നെ നമ്മൾ എന്തായിരിക്കും? ആരോടും മിണ്ടണ്ടായി പിന്നെ നമ്മളെല്ലാവരും എന്തായിരിക്കും? ഇതിലോട്ട് ഇരിക്കും. കാര്യമൊന്നുമില്ല. ഇതില്ലേ നമുക്കൊരു അഭിമാനക്കേടായിട്ടൊക്കെ തോന്നുന്നു. ഇപ്പോൾ ഈ സാധനം ഇല്ലേ അല്ലേ? സ്തോത്രം. അവിടെ കിടക്കട്ടെ. അവൾ മനസ്സിലാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇവന്റെ ജീവിതത്തിൽ ഇവന് ഈ അഭിഷിക്തന്മാരെ കണ്ടുമുട്ടി. അന്ന് വരെ ഇവന്റെ ജീവിതത്തിൽ പോയ എത്ര ശാസ്ത്രിമാരതിലെ പോയി കാണും, പരീക്ഷന്മാരതിലെ പോയിട്ടുണ്ട് ഇല്ലേ? നിശ്ചയമായിട്ടും. സ്തോത്രം. ഹല്ലേലൂയ. പ്രമാണിമാരതിലെ പോയിട്ടുണ്ട്. ഒരുപക്ഷെ മഹാപുരോഹിതനും അവൻ്റെ കിലുക്കി അതിലൂടെ പോയിട്ടുണ്ട്. ഏതാ അവൻ്റെ എല്ലാം മാതളമണിയും അതും ഇതുമൊക്കെ കെട്ടിത്തൂക്കി സ്തോത്രം ഏഫോദുമൊക്കെ കെട്ടുതാ സ്തോത്രം ധരിച്ചുകൊണ്ട് പൊൻപതക്കമൊക്കെ ഇട്ടുകൊണ്ട് ആ പോക്ക് കണ്ടാൽ തന്നെ എന്തൊരു ചന്തമല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും അതാ ഈ തിരുമേനിമാരെ കാണുമ്പോൾ ഇന്നും പല വിശ്വാസികൾ എന്ത് ചെയ്യുന്നു? കൈമുത്തുന്നുണ്ട്. പോയി കൈമുത്തുന്നതായ പെന്തക്കോസുകാരാ. സ്തോത്രം. നീ കർത്താവിൻ്റെ കൈമുത്തിക്കൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സംവിധാനമാണെന്ന്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ സംവിധാനമാ. ഹല്ലേലൂയ. കർത്താവിനേക്കാൾ വലിയവനായി നീ ആരെയും കാണണ്ട. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാക്കണമേ. ഒത്തിരി എണ്ണം അതിലെ പോയി. ഉന്നതന്മാര് പോയിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ അവരുടെ ആസ്തി അനുസരിച്ച് അവരുടെ പേഴ്സ് തുറന്ന് സ്വർണ്ണ നാണയമോ വെള്ളി നാണയമോ അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവനത് നന്ദിയോടുകൂടെ അത് പെറുക്കിയെടുത്ത് ഒരു ചിരി പാസാക്കി അവൻ വിട്ടിട്ടുമുണ്ട്. എന്നാൽ ഈ ദിവസം ഹല്ലേലൂയ അവൻ കണ്ടിട്ടില്ലാത്ത 2 വ്യക്തികളെ കാണാൻ പോകുക. ഹല്ലേലൂയ. സ്വർണ്ണ നാണയം കൊണ്ടൊന്നുമല്ല വരുന്നത്, വെള്ളി നാണയം കൊണ്ടല്ല വരുന്നത്. അവർക്ക് നല്ല വേഷമൊന്നും കാണത്തില്ല. പരീക്ഷന്റെ വേഷം അവർക്കില്ല, ശാസ്ത്രിയുടെ വേഷം അവർക്കില്ല, മഹാപുരോഹിതന്റെ വേഷം അവർക്കില്ല. സാധാ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് വേണ്ടി അവർ വരികയാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതത്തിന് സ്ഥിതി മാറ്റുന്ന ഒരു അപേക്ഷ, അവസാന അപേക്ഷയായത് കേട്ടോ. ഇന്ന് പലക്കാൽ ദൂതായി പറയട്ടെ, ഈ മീറ്റിംഗ് ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി കിട്ടാതെ കിടക്കുന്ന ചില വിഷയത്തിന് അവസാന പ്രാർത്ഥനയായിരിക്കും. This is a last prayer. വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊപ്പം കരമുയർത്തി പിടിച്ചേ. ചില വിഷയത്തിന് അവസാനമായി നീ ദൈവത്തോട് ചോദിക്കുന്ന സമയമായത്. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു വിഷയത്തിന്റെ മുമ്പിൽ അല്പമായി ഞാനിങ്ങനെ വിഷമിച്ചു, ഭാരപ്പെട്ടു. ദൈവമേ മാറ്റമില്ലല്ലോ എന്ന് വിചാരിച്ച് മനസ്സൊക്കെ അല്പമായി നീറി. ഹല്ലേലൂയ. ഞാൻ ഒരു ദൈവദാസനുമായിട്ട് സംസാരിച്ചപ്പോൾ, ട്രിവാൻഡ്രത്തുള്ള എൻ്റെ സ്നേഹിതനാണ്. ഹല്ലേലൂയ. ഞാൻ എന്താ കാര്യമുണ്ടോ അദ്ദേഹത്തെ ഞാൻ വിളിക്കും.
അദ്ദേഹത്തോട് പറയും, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. സ്തോത്രം, എന്നേക്കാൾ വളരെ പ്രായത്തിനുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തെ വിളിച്ച് വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ്റെ വിഷയം അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഒറ്റ വർഷം കൊണ്ട് ഞാനിത് പിടിച്ച് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. എനിക്ക് മറുപടി കിട്ടിയത് എന്നോട് അദ്ദേഹം വിളിച്ച് പറയാനെ കൊണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച വിഷയത്തിലാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ പിടിച്ചു വെച്ച് ഞാൻ ദൈവത്തോട് ചോദിച്ച വിഷയത്തിന് മറുപടി കിട്ടി. അത് ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഉള്ളിൽ തട്ടി എൻ്റെ വിഷയവും ഒന്ന് പിടിച്ചേക്കാം. ഹല്ലേലൂയ. എൻ്റെ വിഷയവും എന്ത് ചെയ്യാം, ഒന്ന് പിടിച്ചേക്കാം എന്ന് വിചാരിച്ച്, സ്തോത്രം, എൻ്റെ ചർച്ചിലെ ലേഡീസ് മീറ്റിംഗ് നടക്കുമ്പോൾ കുറെ ലേഡീസ് സഹോദരിമാർ കടന്നു വരും. മീറ്റിങ്ങിന് എല്ലാ ചൊവ്വാഴ്ചയുമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഇവാഞ്ചലിസ്റ്റ്, നമ്മുടെ കർത്താവിൻ്റെ ദാസ് അഖിലാണ് അതൊക്കെ ലീഡ് ചെയ്യുന്നത്. അഖിലിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ മെസ്സേജിന് മാത്രമേ പോകത്തുള്ളൂ, അവിടെ കയറി പോകത്തുള്ളൂ. അഖിൽ അതെല്ലാം ചന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് അഖിലിനായി സ്തോത്രം പറഞ്ഞാട്ട്. എനിക്ക് ഒത്തിരി ആശ്വാസമാണ്, സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. ഒന്നും കൂടെ സ്തോത്രം പറഞ്ഞാട്ട്, അസൂയില്ലാത്ത സ്തോത്രം പറഞ്ഞാട്ട്. അഖിലിനെ അറിയാമോ? അയ്യോ, ഞാൻ അഖിലിനെ കുറിച്ചൊക്കെ പറഞ്ഞേ. സ്തോത്രം. 2-3 പേരുണ്ട് അഖിലിനെ, 2-3 പേര് അവിടെ ഉണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അഖിലിനെ. സ്തോത്രം. അപ്പോൾ അഖിലിങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, എൻ്റെ വിഷയം ഞാൻ പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അല്പസമയം ഒരു ധ്യാനിച്ച് കണ്ണൊന്ന് നിറഞ്ഞ് ഞാൻ അല്പസമയം സ്തോത്രം ചെയ്തു. സ്തോത്രം. ഇടയ്ക്ക് ചിലപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറയും കേട്ടോ, ചില സമയങ്ങളിലൊക്കെ നിറയും. അതെനിക്കറിയാം. ചില സമയത്ത് കണ്ണ് നിറഞ്ഞാൽ അതൊരു വിടുതലുമായിരിക്കും. ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിച്ചോ, എനിക്കറിയാം ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട് അവിടെ. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും ഒന്നുമില്ല, വരത്തില്ല കേട്ടോ. സ്തോത്രം. ചില സാഹചര്യങ്ങളിൽ ഞാൻ കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് ചോദിച്ചു. ഞാൻ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഹല്ലേലൂയ. അന്ന് വൈകിട്ട് എനിക്ക് മെസ്സേജ് വരുന്നു, സ്തോത്രം, ദൈവം പ്രവർത്തിച്ചു എന്ന്. അപ്പോൾ ഒത്തിരിയൊന്നും ഞാൻ സ്തോത്രം പ്രാർത്ഥിച്ചില്ല. പക്ഷെ എൻ്റെ മനസ്സങ്ങ് പൊടിഞ്ഞു, മനസ്സങ്ങ് നീറി. ദൈവം മുമ്പിൽ അത് വെച്ചു, കണ്ണ് നിറഞ്ഞു. വൈകിട്ട് എനിക്ക് വിദേശത്തുനിന്ന് ഒരു മെസ്സേജ് വരികയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഞാൻ ആ വിഷയത്തിൽ ഒത്തിരി ദൈവത്തെ മഹത്വപ്പെടുത്തി. എൻ്റെ കണ്ണറിയാതെ ഞാൻ എൻ്റെ മുറിയിൽ കയറി എൻ്റെ കസരലോട്ട് അങ്ങോട്ട് ഇരുന്ന് ഈ മെസ്സേജ്, ഞാൻ ഒരു വാട്സാപ്പ് മെസ്സേജാണ് എനിക്ക് വരുന്നത്. ഞാൻ അറിയാതെ കസരലോട്ട് ഞാൻ മലർന്ന് കിടന്നിട്ട്, എൻ്റെ ഭാര്യയൊന്നും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ അറിയാമെങ്കിൽ അതിലും സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ പിന്നാണ് അല്പനിമിഷം ഒന്നുകൂടെ സ്തോത്രം ചെയ്ത് കണ്ണ് നനഞ്ഞ് അതിന് 10 ഹല്ലേലൂയ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, ദൈവം ഇതുപോലെ ഇടപെട്ട് കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി എന്താ വിഷയമൊന്നും പറയുന്നില്ല. സ്തോത്രം. അതൊരു സ്വകാര്യ കാര്യം തന്നെയാണ്. എൻ്റെ സ്തോത്ര ജീവിതത്തിൽ ഒരു വലിയ കാര്യം തന്നെയാണ്. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം ദൈവമക്കളെ, അഭിഷിക്തന്മാരോട് ഇടപെട്ട് കഴിയുമ്പോൾ വിടുതൽ നടന്നിരിക്കും. നിന്റെ ആവശ്യങ്ങൾ ആരോട് പറയണം? ദൈവത്തോട് പറയണം. എന്നാൽ പ്രാർത്ഥന സഹായിയായിട്ട് അഭിഷിക്തന്മാർ കൂടെ നിൽക്കും. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അഭിഷിക്തന്മാരുമായിട്ട് നിങ്ങൾ അഭിമുഖീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വിഷയത്തിന് എന്തുണ്ടാകും? വചനം എന്താ പറഞ്ഞത്? വഷളനെ നിന്ദ്യനായിട്ടെണ്ണി യഹോവ ഭക്തനെ ബഹുമാനിക്കണം. യഹോവ ഭക്തനെ, സ്തോത്രം, നിന്റെ അഭിഷിക്തനായിട്ട് നീ എണ്ണിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവരെ ബഹുമാനിക്കുമ്പോൾ ഉണ്ടല്ലോ, അവരെ സ്തോത്രം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ ആരെ അവഗണിച്ചിട്ടുണ്ടോ അവനൊക്കെ കിട്ടിയിട്ടുമുണ്ട്. ഹല്ലേലൂയ. കാണടെ ചങ്ക് പറിച്ചാണ് നിൽക്കുന്നത്. എൻ്റെയൊക്കെ ജീവിതത്തിൽ 19.5 വയസ്സുള്ളപ്പോൾ ഇറങ്ങിയ മനുഷ്യനാണ് ഞാൻ. ഹല്ലേലൂയ. മറ്റൊരു കാര്യത്തിന് പോകാതെ, മറ്റൊന്നിനും വഴിപ്പെടാതെ വേണം. ആരോഗ്യം മൊത്തം കർത്താവിന്, ശബ്ദം മുഴുവനും കർത്താവിന്, ജീവിതം മുഴുവനും കർത്താവിന്, സമയം മുഴുവനും കർത്താവിന്, കർത്താവിന് വേണ്ടി, ദൈവസഭകൾക്ക് വേണ്ടി, ആടുകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ സന്നിധിയിൽ ലഭിക്കാതെ പോകുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ചില വിഷയത്തിലെ ലാസ്റ്റ് പ്രയർ
ഒന്നുകൂടെ പറയട്ടെ, ആ ഭാഗം ഇനി സ്ട്രൈക്ക് ചെയ്യുക തന്നെ. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഉപവാസത്തിന്റെ 8ാം ദിവസമാണിത്, 21 വരെ കണ്ടിന്യൂ ചെയ്യും, കുഴപ്പമില്ല, പ്രാർത്ഥിച്ചോ എന്ന ചില വിഷയത്തിന്റെ ലാസ്റ്റ് പ്രയർ ആണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ലാസ്റ്റ് പ്രയർ ആണിത്. ഇന്ന് വിളിക്കാൻ വിശ്വസിക്കുന്നവർ ഒന്നുകൂടെ ആരാധന കൊടുത്താട്ട്. ലാസ്റ്റ് പ്രയർ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? അഭിഷിക്തന്മാരെ കണ്ടു. പഴയ ആ പടിയിൽ ഒരൊറ്റ വിളി. സ്തോത്രം. എന്താ വിളിച്ചത്? വല്ലോ നമ്മുടെ ഭാഷയിലാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഇനിയും ഏത് ഭാഷയിലാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ അതെനിക്ക് പറയാനും അറിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത് അതേ ശൈലിയിൽ അവൻ്റെ ഭാഷയിൽ അവരെന്ത് ചെയ്തു? വിളിച്ചു. ഹല്ലേലൂയ. വിളിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ഇനിയും സംഭവിച്ചത് എന്താ? ഇതാ പത്രോസ് പറയുക, വെള്ളിയും പൊന്നും. ഹല്ലേലൂയ. എനിക്കില്ല, ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഹല്ലേലൂയ. അവൻ ചോദിച്ചത് എന്താ? വെള്ളിയും പൊന്നുമോ? വല്ല ഉണ്ട് തരണേ. പക്ഷേ ചോദിക്കാത്തത്, ഞാൻ പറഞ്ഞല്ലോ, റേഞ്ച് മാറി, തലം മാറിയ ഒരു ചോദ്യമായിരുന്നു ഇത് ചോദ്യം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇനിയും ചോദിക്കേണ്ട ഗതികേട് വരത്തില്ല. ഹല്ലേലൂയ. ഇനി ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ല, ഇനി ചോദിക്കേണ്ട സമയവും ഉണ്ടാകത്തില്ല. ഇത് ലാസ്റ്റായി ചോദിക്കുക. ഓ ശബാദല. ഹല്ലേലൂയ. ലാസ്റ്റായിട്ട് ഇത് ഇവൻ അറിയുന്നില്ല. പത്രോസ് അവനെ ഉറ്റുനോക്കി, അവനെ അടിമുടി നോക്കിയെന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നോക്കിയിട്ട് പറഞ്ഞു, ഒന്നുമില്ല മോനെ തരാനെ കൊണ്ട്, കയ്യിലൊന്നും ഇല്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ വിശുദ്ധ കരം, ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കരം തന്നെ, ആ കരം നീട്ടി അവൻ്റെ കയ്യിലേക്ക് പിടിച്ചപ്പോൾ ഹല്ലേലൂയ 40 വർഷം കൊണ്ട്, 40 എവിടം മുതൽ? അമ്മയുടെ ഉദരം മുതൽ ചുരുണ്ടുകൂടി കിടന്നവനെ, നിരങ്ങി നടന്നവനെ, ഭിക്ഷാടന നടത്തി കിടന്നവനെ, തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ, തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവൻ, ഒരിക്കലും സംഭവിക്കാത്തത് അവന്റെ ജീവിതത്തിൽ അന്ന് നടന്നു. ഞാനിങ്ങനെ വിശ്വസിക്കുന്നത്. സ്തോത്രം. ഇവന്റെ ഞരമ്പൊക്കെ ചുരുണ്ടുകൂടിയിരിക്കുകയായിരിക്കും അല്ലേ? 40 കൊല്ലം കൊണ്ടിരിക്കുകയല്ലേ? അസ്ഥിയൊക്കെ ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെ ഇരിക്കുക. ഓ ഹല്ലേലൂയ. ഷെയ്പ്പില്ലാത്തൊരവസ്ഥയിൽ നിന്നവൻ, രൂപഭംഗി ഇല്ലാതിരുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെങ്കിലും അവനെ നോക്കണമെങ്കിൽ കുനിഞ്ഞു നോക്കണം. നേരെ നോക്കാനൊക്കെ രൂപഭംഗി അവനില്ല. ഹല്ലേലൂയ. രൂപം നഷ്ടപ്പെട്ട്, ആകൃതി നഷ്ടപ്പെട്ട്, വിരൂപമായിരുന്നു കൊണ്ട്, ഒരു പക്ഷെങ്കിൽ സ്തോത്രം അവഗണിക്കപ്പെട്ടവനായിരുന്നു കൊണ്ട് ഇരുന്നവന്റെ കയ്യിൽ അഭിഷിക്തൻ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സെഗിയോൻ മാളിക മുറിയിൽ വെച്ച് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവ് ആദ്യത്തെ ദൗത്യം അവിടെ നിർവഹിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ.
ഒരിക്കലും അത്ഭുതം നടക്കാത്ത യെരൂശലേം ദേവാലയത്തിന്റെ ആ സ്തോത്രം പരിസരത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്ക്, ഒരിക്കലും അത്ഭുതം നടക്കാതെ കിടക്കുന്ന ഇടത്ത്, ഈ ഫോർട്ട് കൊച്ചിയുടെ പ്രാന്ത പ്രദേശങ്ങളില്, മട്ടാഞ്ചേരിയുടെ പ്രാന്ത പ്രദേശങ്ങളില് ദൈവസഭയ്ക്കകത്ത് ചില അത്ഭുതങ്ങൾ നടക്കുമെന്ന് ആത്മാവിൽ ദൂതായി പറയട്ടെ. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? ഒരിക്കലും അത്ഭുതം നടക്കാതെ കിടക്കുന്ന ഇടത്ത്, ഒരിക്കലും അത്ഭുതം നടത്തത്തില്ല എന്ന് പറയുന്ന ഇടത്ത്, ഹല്ലേലൂയ, ഒരിക്കലും അത്ഭുതം സംഭവിക്കത്തില്ല എന്ന് പിശാച് വിധി എഴുതി വെച്ചിരിക്കുന്ന കുടുംബത്തിന്റെ അകത്തളത്തില്, ഹല്ലേലൂയ, ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല എന്ന് പിശാച് വിധി എഴുതി വെച്ചിരിക്കുന്ന വ്യക്തി ജീവിത മേഖലയില് ദൈവത്തെ ആരാധിച്ചോ. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിന്റെ തലമുറ എവിടെയായാലും അവിടെ ദൈവം പ്രവർത്തിക്കുക. നിനക്കുള്ള വിഷയം ഏത് വിഷയമായാലും അവിടെ ദൈവം പ്രവർത്തിക്കുക. ഓ ഹല്ലേലൂയ, ഓ സ്തോത്രം പറഞ്ഞു. നിന്റെ ശുശ്രൂഷകത്ത് ദൈവം പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഏത് വിഷയമായാലും, നിന്റെ വിഷയം എന്തായാലും, എത്ര ഭാരമുള്ളതായാലും, അത് ശത്രു എത്ര വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ച് അവൻ അതിന് താക്കോല് കൈവച്ചാലും, ഓ ആരാധിക്കേ, അവന്റെ കയ്യിൽ ആ താക്കോൽ ഇരിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഓ ശംബര ഹതുര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ താക്കോൽ പിശാചിനെ ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. അവന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ തന്നെ പൂട്ട് പൊളിച്ച് പത്രോസിനെ കൊണ്ടുവന്ന കർത്താവ് പത്രോസിനെ അകത്തളത്തിൽ പൂട്ടിയപ്പോൾ അവനെ പൂട്ടിയ താക്കോല് ഹെരോദ് അവന് കൈയിരിക്കുകയാ. എന്താ ദൈവാത്മാവ് അവനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, ഇന്ന് പോൽക്കാലം ചില വിധിയെഴുത്തുകളെ പൊളിച്ചു മാറ്റിക്കൊണ്ട്, ശത്രുവെച്ച വിധിയെഴുത്തുകളെ, ശത്രുവിന്റെ ഡോക്യുമെന്റ്, ശത്രുവിന്റെ സർട്ടിഫിക്കറ്റ് വലിച്ചു കീറി എന്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയാ, നിന്നെ പുറത്തു കൊണ്ടുവരികയാ. സ്തോത്രം പറഞ്ഞു. ഈ മനുഷ്യനെ, ഇവന്റെ മുൻകാല അവസ്ഥ ഒരു മെഡിക്കൽ ഡോക്ടർ നോക്കിയാൽ, ഒരു ഓർത്തോപീഡിക് സർജനും ഒരു ന്യൂറോ സർജനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് അവർ ഒന്നിച്ചു വന്നിട്ട്, കമ്പൈൻഡായി വന്നിട്ട് ഇവനെ പരിശോധിച്ചാൽ അവർ ഒന്നിച്ചു പറയും നോ ഹോപ്പ്. പറയത്തില്ലേ? പറയും. ഇവന്റെ കാല് ഇങ്ങനെയൊക്കെയാ, എത്ര സർജറി ചെയ്താലും ഇവൻ നേരെയാകത്തില്ല. ന്യൂറോ ഡോക്ടർ പറയും ഇവന്റെ കാലിൽ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ സർട്ടിഫിക്കറ്റ് അവർ എഴുതി. ഈ സർട്ടിഫിക്കറ്റ് ഒരുപക്ഷെ പിശാച് ചുരുട്ടിക്കൊണ്ട് നടക്കുകയാ. അഭിഷേകത്തിന്റെ മുൻപിൽ പിശാചിന്റെ സർട്ടിഫിക്കറ്റ് വില പോകത്തില്ല. ഹല്ലേലൂയ. റുഖമ ശാന്തര. സൗഖ്യമേണെ ആരാധിച്ചോ. ഇന്ന് പോൽക്കാലം തന്നെ ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നിന്റെ മേൽ സൗഖ്യത്തിന്റെ ശക്തി ഇറങ്ങുകയാ. ഇന്ന് പോൽക്കാലം ചില സർട്ടിഫിക്കറ്റുകളെ പരിശുദ്ധാത്മാവ് കീറിക്കളയുക.
ഹല്ലേലൂയ. നമ്മളിങ്ങനെയാണ് കാണുന്നത്. ഈ അഭിഷിക്തന്റെ കരങ്ങളിലൂടെ ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ കയ്യിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എത്ര സർജറി നടത്തിയാലാണ് ഇവനൊന്ന് എണ്ണിച്ച് നിൽക്കുന്നത്. സർജറി നടത്തിയിട്ട് നടക്കാൻ വയ്യാത്ത എത്രയിടത്തെ കാണുന്നുണ്ട്. എത്ര ഫിസിയോതെറാപ്പി ചെയ്യിക്കണം. എന്റെ മോള് ഫിസിയോതെറാപ്പിസ്റ്റാ. സ്തോത്രം, എനിക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. അവള് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര ദിവസം, അല്ലെങ്കിൽ 1 മാസം, 2 മാസം, 6 മാസം. ഇന്നലെ ഞങ്ങൾ ഒരു വ്യക്തിയെ കണ്ടു. എന്താ പറഞ്ഞത്? ഫിസിയോതെറാപ്പി ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം. സർജറി കഴിഞ്ഞു, പക്ഷെ എന്ത് വേണം? ഹല്ലേലൂയ. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ നടക്കാത്ത കാര്യം ദൂത് പോലെ പറയുക. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും നടക്കാത്ത കാര്യം അല്ല, കോടിക്കണക്കിന് രൂപ മുടക്കിയാലും നടക്കാത്ത കാര്യം ഒറ്റ നിമിഷം കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നിൽ ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ആരെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത കാര്യം, മെഡിക്കൽ സയൻസിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യം നിമിഷ നേരം കൊണ്ട് ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷ നേരം കൊണ്ട് ഈ ദൈവപ്രവൃത്തിയൊക്കെ അങ്ങനെ കേട്ടോ, ഇച്ചിരിച്ചിരല്ല. ഹല്ലേലൂയ. ദൈവം തൊട്ടാൽ അത് ഇൻസ്റ്റന്റ് ഡെലിവറൻസ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം തൊട്ടാൽ അത് ഇൻസ്റ്റന്റാ. നമ്മളിങ്ങനെ വായിക്കുന്ന സ്തോത്രം, അവന്റെ കൈക്ക് പിടിച്ചെന്ത് ചെയ്തു? പിടിച്ചെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. അപ്പോൾ ഇവന്റെ ഞരമ്പിലും അവന്റെ ബോണിലും അവന്റെ മസിൽസിലുമൊക്കെ ഒരു ഭയങ്കര പ്രവൃത്തി ആര് ചെയ്ത് കഴിഞ്ഞു? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് പൽക്കാലം സ്തോത്രം ചെയ്യേ. ഞരമ്പിനകത്ത്, അസ്ഥിക്കകത്ത്, മസിൽസിനകത്ത്, ഇന്നർ ഓർഗൻസിനകത്ത് ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ, ശക്തമായി ആരാധിച്ചോ, ശക്തമായി ആരാധിച്ചോ. ഹല്ലേലൂയ. ഇന്നർ ഓർഗൻസിനകത്ത്, ബ്ലഡിനകത്ത്, ഞരമ്പിനകത്ത്, ബോഡിനകത്ത് ശ്രദ്ധിക്കണേ. വലിയ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞു. 40 വർഷം ചുരുണ്ട് കിടന്നവൻ, ചുരുണ്ട് ഇരുന്നവൻ, എരന്ന് നടന്നവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവ് അവന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൂതായി പറയട്ടെ, വർഷങ്ങളോളം പിശാച് ഒതുക്കി വെച്ച വിഷയത്തെ, പിശാച് ചുരുട്ടി വെച്ച വിഷയത്തെ, വില പറഞ്ഞ വിഷയത്തെ, വിലപേശിയ വിഷയത്തെ, ഹല്ലേലൂയ, ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവാത്മാവ് പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പൽക്കാലം വചനം ഏറ്റെടുക്കുന്ന നിന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്ത് കൊണ്ടുവരിക. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ? പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് വിശ്വാസമുണ്ടോ? ഞാൻ ചുമ്മാ ചോദിക്കുകയല്ല. അനുഭവമുണ്ടോ? വിശ്വാസമുണ്ടോ? കരമുർത്തി പിടിച്ചാട്ടെ. നന്ദി പറ കർത്താവിന്. നീ നന്ദി പറ. ഒരു അടയാളമായി വെളിപ്പെടാൻ പോകുക, അടയാളമായി വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽക്കാലം തന്നെ വെളിപ്പെടാൻ പോകുക, ഇന്ന് പകൽക്കാലം തന്നെ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നാളെയല്ല. ദൈവത്തിന്റെ ആത്മാവ് തൊട്ടാൽ അത് നാളത്തേക്ക് മാറ്റിവെക്കത്തില്ല. അത് മനുഷ്യനാ മാറ്റിവെക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവ് തൊട്ട് കഴിഞ്ഞാൽ അത് നാളെ നേരത്തേക്കല്ല, അത് ഇൻസ്റ്റന്റ്. വിടുതല. ആമേൻ. ഇനി ചിന്തിക്കാം, ഇനി സൗഖ്യമായവന്റെ പ്രതികരണം. ഇവൻ എന്ത് ചെയ്തു? നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 7-8 വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? സൗഖ്യമായവന്റെ പ്രതികരണം. സ്തോത്രം. ഹല്ലേലൂയ. എന്താന്ന് ചോദിച്ചാൽ, പത്രോസ് അവനെ വലിച്ചു പൊക്കി, അവനെ കൈ നീട്ടി അവനെ പൊക്കി നിർത്തിയപ്പോൾ അവന്റെ ജീവിതത്തിൽ അവന്റെ രൂപഭംഗിയില്ലാത്ത ശരീരത്തിന് വലിയ മാറ്റം ഉണ്ടായി. വെച്ചാൽ ഒരു ദൂത് പറയുക, ഞാൻ ഈ വചനമൊക്കെ എടുക്കുമ്പോൾ ദൂത് കയറി വരികയാ, നിന്റെ ഷേപ്പ് മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. പിശാച് മാറ്റിയ ഷേപ്പ് കേടുണ്ടല്ലോ, ചിലതിനെയൊക്കെ പിശാച് ഷേപ്പ് കേടാക്കി വെച്ചിരിക്കുക. പിശാച് ഊറ്റിക്കുടിച്ചിരിക്കുക. ചില കുടുംബത്തെ ഊറ്റിക്കുടിച്ചു, ചില തലമുറയെ ഊറ്റിക്കുടിച്ചു പിശാച്, ചില വ്യക്തികളെ ഊറ്റിക്കുടിച്ച് ഷേപ്പ് കളഞ്ഞ കുടുംബങ്ങൾ, വ്യക്തികൾ ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ ഷേപ്പ് കേട് മാറ്റുന്ന ദൈവാത്മാവിന്റെ ചലനശക്തി യെസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് ഷേപ്പ് വരുത്താൻ പോകുക, രൂപഭംഗിയാക്കാൻ പോകുക. ഒരു സ്തോത്രം പറഞ്ഞോ. ആമേൻ. അപ്പോൾ ദൈവാത്മാവ് ഷേപ്പ് വരുത്തും. പൊക്കി എണിച്ചപ്പോൾ ഷേപ്പില്ലാത്തവന്റെ ശരീരം അല്ലേ, ഒരു നിമിഷം കൊണ്ട് ഇത്രയും ശക്തി ദൈവാത്മാവ് ഇവന്റെ കാലിനും ഇവന്റെ മസിൽസിനും അവന്റെ ബോണിനും കൊടുത്തുല്ലെങ്കിൽ, ഷേപ്പാക്കി മാറ്റിയെങ്കിൽ, ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ഒരു വിഷയവും ഷേപ്പ് കേടാകത്തില്ല. ദൈവത്തെ കൂട്ടുപിടിക്കാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ഷേപ്പ് കേടായി പോകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ഒരു കാര്യവും ഷേപ്പ് കേടായി മാറത്തില്ല. അവൻ കുതിച്ചെഴുന്നേറ്റു. നമ്മളിങ്ങനെ വായിക്കുന്നത്, കുതിച്ച് നടന്നും തുള്ളിയും. എങ്ങോട്ടാ പോയത്? അവന് വിടുതൽ പ്രാപിച്ചിട്ട് നേരെ പോയത് എങ്ങോട്ടാ? സ്തോത്രം. ഇതാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഈ വിടുതൽ പ്രാപിച്ചവൻ എവിടെ കാണും? സ്തോത്രം. ഹല്ലേലൂയ. വിടുതൽ പ്രാപിച്ചവരൊക്കെ സ്തോത്രം പഴയ വഴിയിലേക്ക് പോകത്തില്ല. ചിലർക്ക് വിടുതൽ മതി, കുതിച്ചെഴുന്നേക്കണം, നടക്കണം. പക്ഷെ കുതിച്ച് നടന്ന് പഴയടത്തിൽ എന്ത് ചെയ്യും? സ്തോത്രം. പക്ഷേ കുതിച്ചെഴുന്നേറ്റവൻ ഒരൊറ്റ ഓട്ടം എങ്ങോട്ടാ? അവന്റെ ജീവിതത്തിലകത്തോളം കണ്ടിട്ടില്ല. അവന് പുറത്തോട്ട് അകവിടുന്ന് പോകുന്ന വഴി കൂടെ പോകുന്നവരെ അല്ലാതെ ഒരുത്തന്റെ അല്ലെങ്കിൽ സ്തോത്രം അവന്റെ ജീവിതത്തിൽ ഒരു നിമിഷം പോലും അകത്തളം കണ്ടിട്ടേ ഇല്ല. എന്നാൽ ആലയത്തിന്റെ അകത്തളം കാണാൻ പരിശുദ്ധാത്മാവ് അവനെ ആദ്യം കൊണ്ടുവരാൻ എങ്ങോട്ടാ? ഒരു ദൂതായി പറയാൻ പോകുകയാ, നീ ഒരു ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാത്ത ഇടം, കാണാൻ കഴിയാത്ത മേഖല എന്റെ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി തുറന്നു തന്നിട്ട് അതിനകത്തോട്ട് തന്നെ എന്ത് ചെയ്യും? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനിങ്ങനെ ആൾക്കാരൊക്കെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട്, ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു, പക്ഷെ ആരും അകത്ത്
കേറ്റത്തില്ല, ആരും കൊണ്ടുപോകത്തില്ല. ഇന്ന് പൽക്കാലം ആരുടെ സഹായം കൂടാതെ നിന്റെ കാലുകൊണ്ട് നീ സ്വയമേ, പരസഹായം കൂടാതെ മറ്റാരുടെ ഹെൽപ്പ് കൂടാതെ, ആരോട് ദൂതായി പറയുക, ഒരുത്തന്റെ സഹായം കൂടാതെ നിന്നെ മാനിക്കാൻ ദൈവത്തിന് കഴിയും, നിന്നെ ആദരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഒരുത്തന്റെ ഹെൽപ്പ് കൂടാതെ നിന്നെ മാനിപ്പാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിനെ അയക്കും, നീ തലമുറ അയക്കും. ഹല്ലേലൂയ. അപ്പോൾ ആരുടെ ഹെൽപ്പ് കൂടാതെ എന്ത് ചെയ്തു? അവൻ അകത്തോട്ട് കയറി. ഇനി അകത്ത് കയറിക്കഴിഞ്ഞാൽ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ആർക്കും ഇല്ലാത്ത ഒരു വിശേഷത അവനുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ആര് തുള്ളിച്ചാടാതിരിക്കുമ്പോൾ എല്ലാവരും പ്രസ്റ്റീജ് ഇല്ലേ, ബഹളം വെക്കുന്നൊക്കെ ആർക്കും ഒന്നും അതില്ല. സ്തോത്രം. ഈ ഞാൻ പല സഭകളിലൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ട്, ചില ഉന്നതന്മാരുടെയൊക്കെ സഭകളിലൊക്കെ ഇരുന്ന് വന്നിട്ടുണ്ട്. അവർക്കൊന്നും ഇഷ്ടമേ അല്ല, അവർക്കൊക്കെ പ്രസ്റ്റീജ് വർഷിപ്പാണ് അതൊക്കെ. എന്നുവെച്ചാൽ കൈയൊന്നും അടിക്കത്തൊന്നുമില്ല അവരെ. ബഹളമൊന്നും, ഒച്ചത്തിൽ ബഹളം വെക്കുന്നവരെയൊക്കെ അല്ലെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞൊക്കെ തിരിഞ്ഞെന്ത് ചെയ്യും? ഇത്രയും സ്തോത്രം. ഇവിടെ ദൈവത്തിന്റെ വിടുതൽ ഓർത്താൽ നമ്മൾ ചിലപ്പോ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ചിലപ്പോൾ നമ്മളിങ്ങനൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഇവൻ ഇങ്ങനെ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. കുതിച്ച് ചാടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വിടുതൽ പ്രാപിച്ചവൻ വ്യത്യസ്തനായിരിക്കും, അവൾ വ്യത്യസ്തയായിരിക്കും. എല്ലാവരും അനങ്ങാതിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അനങ്ങാതിരിക്കുന്നൊരു പാറയല്ല ആ വ്യക്തി. എല്ലാവരും അനങ്ങിയില്ലെങ്കിലും ഞാൻ അനങ്ങിക്കൊണ്ടിരിക്കും. ഓ ഹല്ലേലൂയ. അപ്പോൾ പലർക്കും ചോദിക്കാം, അപ്പോൾ ശാസ്ത്രിമാരൊക്കെ പരിസരത്തൊക്കെ കാണുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വലിയ പ്രമാണിമാർ, എല്ലായിടത്തും പ്രമാണിമാരുണ്ടല്ലോ. ചില ആരാധന നിയന്ത്രിക്കുന്ന പ്രമാണിമാർ ചില സഭകളിലൊക്കെ ഉണ്ട്. എന്താ ഡെലിവറൻസിലൊന്നുമില്ല കേട്ടോ, എനിക്കറിയാം. നിങ്ങളൊക്കെ കുതിച്ച് ചാടിക്കണം കേട്ടോ. സ്തോത്രം. ആരോഗ്യമുള്ള സമയം വരെ എന്ത് ചെയ്തോണം? കിടപ്പായി കഴിയുമ്പം കൈ അനക്കാവുന്നെങ്കിൽ എന്ത് ചെയ്തോണം? അന്നേരം എന്ത് ചെയ്തോണം? സ്തോത്രം. ഹല്ലേലൂയ. ചില സഭകളൊക്കെ പ്രമാണിമാരുള്ള സഭകളുണ്ട്. ഈ പ്രമാണിമാരൊന്നും അനങ്ങാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. ഞാൻ ഇവരെയൊന്നും വകവെക്കത്തുമില്ല, എൻ്റെ സ്വഭാവത്തിന് എന്ത് ചെയ്യത്തില്ല. ഞാൻ ഈ പല പ്രമാണിമാരെ കണ്ടു വന്നത് കൊണ്ട് ഞാനിതൊന്നും വലിയ പ്രാധാന്യത കൊടുക്കത്തുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ചോദിച്ചു കാണും, എടാ ഇവൻ ആരാടെ ചാടുന്നത്? നമ്മളൊക്കെ മാന്യമായിട്ട് ഒന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ മറ്റോ ഒരാൾക്ക് ഓരോ അലോരസവും അസ്വസ്ഥതയും കൂടാതെ മൗനം നമ്മുടെ കണ്ടില്ലേടേ. ഇത് ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടതൊക്കെ പറഞ്ഞ് പരസ്പരം ഇവൻ ഏതാടാ, ഇവൻ എവിടുന്ന് വന്നതാ? അപ്പോൾ ആരാണ്ട് പറഞ്ഞു, എടാ ഇന്ന് കുറച്ച് മുമ്പ് വരെ അവൻ എവിടെ ഇരിക്കുന്നവനായിരുന്നു? എവിടെ ഇരിക്കുകയായിരുന്നു? ആ പിച്ചക്കാരുടെ കൂട്ടത്തിൽ 5-ാം നമ്പർ അവനായിരുന്നു. ഞാനങ്ങ് പറയുക, അവന് അവിടെ ഇപ്പോൾ 5-ാം നമ്പർ ആളില്ല, അവനാ ഇവൻ. ആ പ്രതിയാണ് ഈ പ്രതി, അവനാണ് ഇവനെന്ന് ഇവനോട് പറയുമ്പോൾ ഇവന്റെ ചാട്ടം കൂടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പക്ഷേ പറയുന്നവനെ ആ സ്ഥാനത്ത് ദൈവം ഇരുത്തിക്കളയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? പറയരുത്. ഇവൻ ചാടുക, ഇവൻ നടന്നും തുള്ളിക്കൊണ്ട് ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തി വിടുതൽ പ്രാപിച്ചുകൊണ്ട് സ്ഥാനം എവിടാണ്? ആലയത്തിനകത്താണ്. അവൻ്റെ കണ്ണ് നിറയും, അവൻ കൈകൊട്ടും, അവൻ വാ തുറക്കും,
അവൻ തുള്ളിച്ചാടും, അവൻ നൃത്തം ചെയ്യും, അവൻ അടങ്ങിയിരിപ്പാൻ കഴിയത്തില്ല, അവൻ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അവൻ ഒന്നേ പറയാനുള്ളൂ, 40 വർഷം കൊണ്ട് ഞാൻ ആരായിരുന്നു? ദൈവം ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ അവൻ അടങ്ങിയിരിപ്പാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 71 സങ്കീർത്തനത്തിന്റെ 6ഉം 7ഉം 8ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എന്നാൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, യഹോവ എനിക്ക്, ഒന്ന് വായിച്ചു ആ വാക്യം ഒന്ന് താങ്ങിയിരിക്കുന്നു. എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ, എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു. അടുത്ത വാക്യം, ഞാൻ പലർക്കും ആ വാക്യം, ആ ഭാഗം എന്നെ ഏറ്റവും സ്പർശിച്ചത്. അമ്മയുടെ ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. അടുത്ത 8ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പലർക്കും ദൂത് പറയാൻ പോകുക. നീ പലർക്കും ഒരു അത്ഭുതമാകാൻ പോകുക, പലർക്കും അത്ഭുതമാകാൻ പോകുക. നിന്നെ കാണുന്നവർ കണ്ണുമിഴിച്ചു നോക്കത്തക്കതുപോലെ, നിന്നെ കാണുന്നവർ അമേശിക്കത്തക്കതുപോലെ, നിന്നെ കാണുന്നവർ അതിശയിക്കത്തക്കതുപോലെ നിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എഴുന്നേറ്റ് എല്ലാവരും സ്റ്റാൻഡ് അപ്പ്. എല്ലാവരും ഒരു നിമിഷം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും. ഹല്ലേലൂയ. നീ ഒരു അത്ഭുതമായി മാറും, ഞാനൊരു അത്ഭുതമായി മാറും. ഇന്ന് പൽക്കാലം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ വ്യക്തമായി പറയുക, ഞാൻ അത്ഭുതമായി മാറും, ഞാൻ അത്ഭുതമായി മാറും, അത്ഭുതമായി മാറും. ഓ ഹല്ലേലൂയ. ഞാൻ അത്ഭുതമായി മാറും, അത്ഭുതമായി മാറും. വാ കൊണ്ട് പറ, വാ തുറന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ അത്ഭുതമായി മാറുമെന്ന് പറഞ്ഞാട്ടെ. ഓ റികം ശരാദല. നിനക്കെതിരെ ശത്രു എത്ര വിധി എഴുതി വെച്ചാലും അതിനെ വലിച്ചു കീറിക്കൊണ്ട് നിന്നെ അത്ഭുതമാക്കിക്കൊണ്ടിരിക്കുകയാ. യെസ്, ഹല്ലേലൂയ. ദൈവിക ശക്തി നിന്റെ ശരീരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ, ശരീരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. ഒരു അത്ഭുതമായി മാറാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ശത്രു ഷേപ്പ് കെടുത്തിയ അനുഭവത്തെ ഷേപ്പാക്കി മാറ്റി, രൂപഭംഗിയുള്ളതാക്കി മാറ്റി, ഒരത്ഭുതമാക്കി അനേകരുടെ കണ്ണിന്റെ മുൻപിൽ നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാ, തലമുറയെ മാറ്റിക്കൊണ്ടിരിക്കുകയാ, കുടുംബത്തെ മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് പൽക്കാൽ വിശ്വസിക്കുന്നവര് ഓ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. യെസ്, യെസ്, യെസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ വിടക്കം തെണ്ണിയവരുടെ മുൻപിൽ, തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ, ഒതുക്കിക്കെട്ടിയവരുടെ മുൻപിൽ നീ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ദൈവം നിന്നെ അത്ഭുതമാക്കാൻ പോകുക. ഹല്ലേലൂയ. ഒരു കൂടെ പറയട്ടെ. വൈദ്യശാസ്ത്രം വിധി എഴുതി നോ ഹീലിംഗ് എന്ന് പറഞ്ഞ വിഷയത്തെ ദൈവം നിന്നെ അത്ഭുതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. വരുന്ന ചെക്കപ്പിൽ നിന്റെ ജീവിതത്തിൽ ഡോക്ടർ തന്നെ പറയും നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കരമത്തി പിടിച്ചാട്ടെ. നിങ്ങൾ തന്നെ പറ, കർത്താവേ ഞാൻ പലർക്കും അത്ഭുതമാകട്ടെ എന്ന്. നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ, നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. എൻ്റെ സഭ ഒരു അത്ഭുതമാകട്ടെ എന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പാസ്റ്റർ ഒരു അത്ഭുതമാകട്ടെ എന്ന് പറഞ്ഞാട്ടെ. ഞങ്ങളുടെ വിശ്വാസി കുടുംബങ്ങൾ ഒരു അത്ഭുതമാകട്ടെ എന്ന് പറഞ്ഞാട്ടെ. ഇന്ന് പോലെ എൻ്റെ തലമുറ ഒരു അത്ഭുതമാകട്ടെ എന്ന് പറഞ്ഞാട്ടെ. ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാ. നിനക്ക് പറ്റത്തില്ല, പക്ഷേ ദൈവത്തിന് കഴിയും, പരിശുദ്ധാത്മാവിന് കഴിയും. ഇവിടെ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് ഈ മുടന്തനിൽ ചില ക്രിയകൾ ചെയ്തുവെങ്കിൽ ഇന്ന് പകൽക്കാലം
ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതമാക്കിക്കൊണ്ടിരിക്കുകയാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ജനത്തെ അവിടുത്തെ കരുത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ജനം ഒരു അത്ഭുതമായി മാറട്ടെ. ഈ ദൈവസഭ ഒരു അത്ഭുതമായി മാറട്ടെ. പിശാച് ഒതുക്കി കെട്ടിയ ചില മണ്ഡലങ്ങൾ അത്ഭുതമായി മാറട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തികളെ, ആ കുടുംബത്തെ പുറത്തു കൊണ്ടുവരികയാൽ സ്തോത്രം. ദൈവ അത്ഭുതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന രോഗികൾ സൗഖ്യമാകട്ടെ, അത്ഭുതമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.